Dear brothers and sisters, when we were changing the draconian provision in the Waqf Act, our government was accused of being anti-Muslim. Let me tell you very openly, we are not against Muslim community. We are not against Islam. We are not against anybody. But we will do everything to give justice to the people. When we brought the amendment bill to change the provisions in the Waqf Act of 1995, I had made personal appeal to all the members of parliament, Congress party, the Communist party, all MPs. I have told them, in India, there are lakhs and lakhs of people who are suffering. Not only people of Munambam, there are many more people in the country who are suffering because of the arbitrary conduct of the state work boards. They have claimed villages after villages. They have claimed even municipal corporation building. The work boards had declared ancient villages as the work properties without any check and balance. How can a secular country in India give such uncontrolled power to work board? It must change. This kind of provision is not allowed by the Constitution of India because we all are a citizen of this country. Everybody must be treated equally. We are not against Islam or we are not against Muslim, but we are for justice for everyone. That is why we brought the Waqf Amendment Bill 2025 to change the draconian provisions which were in existence. When we were drafting the bill, the issues of Munambam was in our mind. Let me assure you once again, my brothers and sisters of Munambam, you are living in our heart and we will not take rest until you get back your land. പലപ്പോഴും നന്ദി എന്നൊരു വാക്ക് മുളപൊട്ടുന്നത് ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരറയിൽ നിന്നാവും. മുനമ്പത്തേതുപോലെ ജനിച്ചു വളർന്ന് ഉറങ്ങി ഉണർന്ന ഇടം നിങ്ങളുടേതല്ലെന്ന ചൂണ്ടുവിരലുകളെ പ്രതിരോധിക്കാൻ പ്രതിഷേധമല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല അവർക്ക്. ഇടവും വലവും നിന്നവർ കമാന്നൊരക്ഷരം മിണ്ടാതെ ഒളിച്ചു കളിച്ചപ്പോൾ മുനമ്പത്തുകാരെ ചേർത്തുപിടിക്കാൻ കേന്ദ്ര സർക്കാർ വന്നു, കൂടെ നിന്നു. വഖഫ് നിയമ ഭേദഗതി സാധ്യമായതിനു പിന്നാലെ ആ സാധാരണ മനുഷ്യർ ഒറ്റക്കെട്ടായി ഉറക്കെ വിളിച്ചു പറഞ്ഞു, മുനമ്പം ആശങ്കയുടെ മുനയൊടിച്ചവർക്ക് നന്ദി. നന്ദി മോദി. സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി BJP നേതാവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, കോൺഗ്രസ് നേതാവ് പ്രൊഫസർ റോണി കെ ബേബി, ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, മുനമ്പം സമരസമിതി അംഗം ഫിലിപ്പ് ജോസഫ്, കാസ പ്രതിനിധി കെവിൻ പീറ്റർ എന്നിവരൊപ്പം ചേരും. ആദ്യം മുനമ്പം സമരസമിതി അംഗം ഫിലിപ്പ് ജോസഫിലേക്ക്. ശ്രീ ഫിലിപ്പ് ജോസഫ്, എന്താണ് ഇന്ന് മുനമ്പത്ത് കണ്ടത്? നമസ്കാരം. ഇന്ന് മുനമ്പത്ത് കണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹ സഫലീകരണമാണ് ഇന്ന് മുനമ്പത്ത് കണ്ടത്. ഞങ്ങൾക്കൊരു ഉറപ്പ് വേണമായിരുന്നു, അത് ഇത്രയും വലിയൊരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ ഉറപ്പിൻ്റെ സഫലീകരണമാണ് ഇന്ന് മുനമ്പത്ത് കണ്ടത്. യെസ്. ശ്രീ ഫിലിപ്പ് ജോസഫ്, ഈ മുനമ്പം ഒരു സൂചനയാണെന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? അതായത് നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വന്ന കേന്ദ്രമന്ത്രിമാർ, BJP നേതൃത്വം, അവർ പറഞ്ഞ വാക്ക് പാലിച്ചുവെന്ന, അങ്ങ് തന്നെ പറഞ്ഞ ആഗ്രഹ സബലീകരണം അല്ലെങ്കിൽ ഉറപ്പിൻ്റെ സബലീകരണം എന്ന വാക്ക്, ഈ മുനമ്പത്ത് നമ്മൾ ഇന്ന് കണ്ടത് ഒരു നന്ദി പറച്ചിലാണല്ലോ. അത് ഒരു വലിയ സൂചനയാണ്. തീർച്ചയായിട്ടും നമ്മൾ ആപത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്നവൻ ആരാണ്, അവനോട് തിരിച്ച് നന്ദി കാണിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ആപത്തിൽ ഞങ്ങളെ സഹായിച്ചത് ഞങ്ങൾ അവരോട് തിരിച്ച് ഞങ്ങളുടെ ഒരു നന്ദി കാണിക്കുന്നു. അതൊരു മനുഷ്യ സഹജമാണ്. അതിൽ
രാഷ്ട്രീയമില്ലതില്ല. ഞങ്ങളെ ആരോ രക്ഷിക്കാൻ വന്നു, അവരോട് ഞങ്ങൾ തിരിച്ചു നന്ദി കാണിച്ചു, അത്രയേ ഉള്ളത്. മറ്റൊന്ന് ശ്രീ ഫിലിപ്പ് ജോസഫ്, ഈ ഒരു വാക്കുപാലിക്കലുണ്ടല്ലോ, അത് പൂർത്തിയായോ? ഈ സഫലീകരണം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഒക്കെ ആശങ്കകൾ അവസാനിച്ചു എന്ന് തന്നെയാണ്. അവസാനിച്ചു എന്നല്ല ഞങ്ങൾ പറയും. ഞങ്ങൾ ഈ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഡ്രാക്കോണിയൻ ലോ ഉണ്ടല്ലോ, വഖഫ് എന്നൊരു ഡ്രാക്കോണിയൻ ലോക്ക്, ഇതിനൊരു ഒരു അവസാനം വന്നിരിക്കുന്നത് തന്നെ പറയാം. കാരണം ഞങ്ങളുടെ നിയമത്തിന് തടസ്സമായി നിർണയിച്ച കുറേയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാത്തിനും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് നടക്കില്ലെന്ന് നമ്മൾക്കറിയാം. കാരണം ഇതൊരു ജുഡീഷ്യറി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റേതായ സമയമെടുക്കുമെന്നറിയാം. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഉറപ്പ്, നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അയച്ചു തന്നിരിക്കുന്ന ഒരു ഉറപ്പാണ്. അപ്പോൾ ആ ഉറപ്പ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പാലിക്കപ്പെടും, ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് 200% ഉറപ്പുണ്ട്. കാരണം വേറെ ആരാണ് ഇതിൽ കൂടെ ഉറപ്പ് ഞങ്ങൾക്ക് ഈ രാജ്യത്ത് തരാനുള്ളത്? അപ്പോൾ അത്രയും വലിയൊരു ഉറപ്പ് കിട്ടുമ്പോൾ ഞങ്ങൾക്കതിൽ വളരെയേറെ സന്തോഷമാണ്. കാരണം ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ എത്തിച്ചേരാൻ. പക്ഷെ ഞങ്ങൾക്ക് എത്തിച്ചേർന്നു. അതിന് ഇനിയും കുറച്ച് കടമ്പകളുണ്ട്. ഏതായാലും ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടില്ല, ഇനി കുറച്ച് കാര്യം കൂടി ഉണ്ടാവും ഞങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം തന്നിരിക്കുന്ന ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഞങ്ങൾക്കതിൽ ആരോടും മറ്റുള്ളവർക്ക് പല പ്രൊപ്പഗാൻഡ ഉണ്ടാവും, മറ്റുള്ളവർക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഉറപ്പാണ്, അല്ലാതെ വേറെ ആരുടെ ഉറപ്പ്. അതായത് ആശങ്കകൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. പക്ഷേ ആശ്വാസം എന്നൊന്ന് എവിടെ നിന്നാണോ കിട്ടേണ്ടത്, ആ ഭരണകൂടത്തിൽ നിന്ന് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾക്ക് ആശ്വാസം, പല സ്ഥലത്ത് ഞങ്ങൾ ആശ്വാസം തേടിപ്പോയി, എല്ലാവരും ഞങ്ങളെ ആശ്വസിപ്പിച്ച് വിടുമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. നിങ്ങളുടെ കാര്യം പരിഹരിക്കപ്പെടുമെന്നുള്ളൊരു പൂർണ്ണ ഉറപ്പ്, അതും നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഞങ്ങൾക്കൊരു ഉറപ്പ് തരുമ്പോൾ ഞങ്ങൾക്ക് വേറെ ആരുടെ വാക്കാണ് ഞങ്ങൾ നോക്കേണ്ടത്? ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഉറപ്പല്ലേ, ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഉറപ്പല്ലേ ഇത്, മോദിക്ക് ഗ്യാരണ്ടി എന്നുള്ളത്. യെസ്, ആ വാക്ക് തന്നെ അങ്ങ് എടുത്തു പറയുന്നുമുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഫിലിപ്പ് ജോസഫ്, പ്രൊഫസർ റോണി കെ ബേബി കേട്ടല്ലോ, ആശ്വാസമാകുന്ന ഉറപ്പ് കിട്ടേണ്ട ഇടത്ത് നിന്ന് കിട്ടിയാൽ പിന്നെ ഞങ്ങൾ നന്ദി പറയാതെ മറ്റെന്ത് ചെയ്യാൻ? മുനമ്പത്തുകാരുടെ ശബ്ദമാണ് കേട്ടത്. മറുപടി. ഞാൻ മുനമ്പത്തുകാരുടെ ശബ്ദത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഏതാനും സമയം മുമ്പാണല്ലോ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കൂടി ഒന്ന് ജനൻ TV ഒന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവനയില് നരേന്ദ്രമോദിയുടെ ഉറപ്പിനെയോ അല്ലെങ്കിൽ ഇന്ന് കിരൺ റിജ്ജു വന്ന് പറഞ്ഞ വാക്കുകളെ ഒന്നുമല്ല അദ്ദേഹം അവിടെ സ്വാഗതം ചെയ്യുകയോ ശരിവെക്കുകയോ ചെയ്തിരിക്കുന്നത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മളെല്ലാം ഇവിടെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ കേട്ടു. ബഹുമാനപ്പെട്ട ഫിലിപ്പ് കേട്ടതുപോലെ തന്നെ കിരൺ റിജ്ജുവിന്റെ പത്രസമ്മേളനവും അതുപോലെ കിരൺ റിജ്ജു അവിടെ മുൻപത്ത് നടത്തിയ പ്രസംഗവും എല്ലാം നമ്മളും എല്ലാ മാധ്യമങ്ങളിലൂടെ ലൈവായി കണ്ടതാണ്. അതിനകത്തൊക്കെ കിരൺ റിജ്ജു പറഞ്ഞ കാര്യങ്ങള് ഇവിടുത്തെ BJPയുടെ നേതാക്കന്മാരെ ഇതിനു മുൻപ് ഇന്ന് തൊട്ട് പറഞ്ഞ കാര്യം ഇവിടെ നിൽക്കട്ടെ, രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പറഞ്ഞ കാര്യം ഇവിടെ നിൽക്കട്ടെ, ഇതിനു മുമ്പ് BJPയുടെ നേതാക്കൾ പറഞ്ഞ ഒരു ടോണിലല്ല, ഒരു ഭാഷയിലല്ല കിരൺ റിജ്ജു ഒക്കെ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ആരും മുൻപം വിഷയം പരിഹരിക്കുന്നതിന് ആരും എതിരല്ല. എല്ലാവരും ഈ മുൻപം വിഷയം വളരെ കൃത്യമായി തന്നെ വളരെ വേഗം തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കണം, ആ പ്രശ്നം പരിഹരിക്കണം. ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയാണ്. കോൺഗ്രസ് എന്നും ആവശ്യപ്പെട്ടത് വളരെ അടിയന്തരമായി തന്നെ ആ പ്രശ്നം പരിഹരിക്കണമെന്നാണ്. പക്ഷേ ഈ മുൻപം വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടെ നടത്തിയ വലിയ നുണപ്രചരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഈ വഖഫ് ഭേദഗതി നിയമം പാസ്സായ അന്നേരം തന്നെ ഈ വിഷയം പരിഹരിക്കുമെന്നായിരുന്നു ബഹുമാനപ്പെട്ട ഇവിടുത്തെ BJPയുടെ നേതാക്കളെല്ലാം പറഞ്ഞത്. ഇപ്പോൾ കിരൺ റിജ്ജു പറഞ്ഞ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞ എന്താ, വഖഫ് നിയമം ഞങ്ങൾ തയ്യാറാക്കിയപ്പോൾ, വഖഫ് നിയമ ഭേദഗതി ഞങ്ങൾ തയ്യാറാക്കിയപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് മുൻപം വിഷയമായിരുന്നു. പക്ഷേ ഈ വഖഫ് നിയമം ഇപ്പോൾ പാർലമെന്റ് പാസ്സായി വന്നപ്പോൾ അവിടെ മുൻപുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? ഇന്നൊരു മാധ്യമ പ്രവർത്തകൻ വളരെ തുറന്നു തന്നെ ബഹുമാനപ്പെട്ട കിരൺ റിജ്ജുവിനോട് ചോദിച്ചു, ഏത് വകുപ്പ് പ്രകാരമാണ് അല്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതിയിലെ ഏത് പ്രൊവിഷൻ വെച്ചാണ് നിങ്ങൾ ഈ മുൻപം വിഷയം പരിഹരിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനോട് കൃത്യമായ ഉത്തരവില്ല. അല്ലെങ്കിൽ ജോർജ് കുര്യന് ആ വേദിയിൽ ഉണ്ടായിരുന്ന ജോർജ് കുര്യന് കൃത്യമായ ഉത്തരവില്ല.
അപ്പോൾ ഞങ്ങൾ ഇവിടെ BJP-യെ വിമർശിക്കുവാനോ അല്ല കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുവാൻ വേണ്ടിയോ അല്ല ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ വസ്തുതകളായി കാണണം. ഇവിടെ ഈ മുൻപ് വിഷയം വഖഫ് നിയമം ഇവിടെ പാസ്സാക്കി കഴിഞ്ഞാൽ ഇവിടെ പരിഹരിക്കുവാൻ കഴിയില്ല, അതുമായി ഈ വിഷയത്തിന് ബന്ധമില്ല. ഈ മുൻപ് വിഷയം ഒരിക്കലും വഖഫ് നിയമത്തിലൂടെ പരിഹരിക്കുവാൻ കഴിയുന്നതല്ല എന്നതായിരുന്നു ഞങ്ങളുടെ വളരെ കൃത്യമായ നിലപാട്. അതുകൊണ്ടാണല്ലോ ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യേണ്ടി വന്നത്. ഞങ്ങൾ ആദ്യം തൊട്ട് പറഞ്ഞതാണ് സംസ്ഥാന സർക്കാർ ഒരു 10 മിനിറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ, അത് തന്നെ ഇപ്പോൾ കിരൺ റിജ്ജു പറയുന്നത്, കോടതികളിലൂടെ പോയി ഈ വിഷയം പരിഹരിക്കണം. എന്താ കിരൺ റിജ്ജു പറഞ്ഞത്? സ്റ്റേറ്റ് വഴി വായിക്കാം. ക്യാൻ ടേക്ക് അവേ എ മാറ്റർ വിച്ച് സബ് ജുഡീസ്. അദ്ദേഹം പറഞ്ഞതാ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ നമുക്ക് നിയമം നിർമ്മിച്ചുകൊണ്ട് അതിന്റെ അകത്ത് പരിഹരിക്കുവാൻ കഴിയില്ല എന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട കിരൺ റിജ്ജു പറഞ്ഞത്. അദ്ദേഹം ആ പറഞ്ഞത് സത്യസന്ധതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കിരൺ റിജ്ജു പറയാൻ കാണിച്ച ആ സത്യസന്ധതയെ ഞാൻ അഭിനന്ദിക്കുക. അത് തന്നെയാണ് അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞത്, രാജ്യസഭയിലും പറഞ്ഞത്. പിന്നീട് നടന്ന ഇന്റർവ്യൂവില് മുൻപ് വിഷയം വളരെ പ്രത്യേകമായി കൃത്യമായി അദ്ദേഹത്തിന് എടുത്തു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, കോടതികളിലൂടെ. പക്ഷെ ഇവിടെ വിഷയം വീണ്ടും സങ്കീർണമാകുക. നമ്മൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. വഖഫ് ട്രൈബ്യൂണൽ ഇപ്പൊ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്ന വിഷയം. അല്ല ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, മുനമ്പത്തെ ജനങ്ങൾ നിയമ പോരാട്ടം തുടരേണ്ടി വരും. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ നിയമവഴിയിലൂടെ തന്നെ പരിഹാരം കാണണം. പക്ഷേ മുനമ്പത്തുകാർക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്നൊരു വാക്കുണ്ടല്ലോ, ആ വാക്ക് ഉറക്കെ പറഞ്ഞതാണല്ലോ, കേരളം മുഴുവൻ കേട്ടതാണല്ലോ, രാജ്യമാകെ കേട്ടതാണല്ലോ. ആ ഉറപ്പിനെയാണ് ആഗ്രഹ സബലീകരണമെന്ന ഒറ്റ വാക്കിൽ മുനമ്പത്തുകാർ നന്ദി വാക്കായി പറയുന്നത്. അതിലെന്താണ് തെറ്റ്? കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യം അതിലൂടെ പരിഹരിക്കപ്പെടട്ടെ. പക്ഷേ ട്രിബ്യൂണൽ വിധി വന്നാൽ മുനമ്പത്തുകാർക്ക് വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല, ഹൈക്കോടതിയെ സമീപിക്കാം, സുപ്രീം കോടതിയെ സമീപിക്കാം, ശരി വിജയിക്കട്ടെ എന്നല്ലേ പറയുന്നത്. അതിലെന്താണ് തെറ്റ്? ആദ്യം മുതൽ തന്നെ ഞങ്ങളെടുത്ത നിലപാട് അതായിരുന്നല്ലോ. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നേതാക്കൾ ഇവിടെ ഫിലിപ്പ് ജോസഫ് അത് നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ UDF-ന്റെയും കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കളെല്ലാം അവിടെ മുനമ്പത്ത് നിന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തതാണ്, നിങ്ങളുടെ പോരാട്ടത്തിനൊപ്പം ഞങ്ങൾ ഉണ്ടാവും, ഈ പ്രശ്നം പരിഹരിക്കോളം വരെ ഇത് പരിഹരിക്കരുത് എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇത് പരിഹരിക്കണം. പക്ഷെ ഞങ്ങൾ വളരെ അതിനകത്ത് സത്യസന്ധമായി പറഞ്ഞു. കാരണം ഇവിടെ വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഈ വിഷയം പരിഹരിക്കാൻ കഴിയില്ല എന്ന് ഫിലിപ്പ് ജോസഫിന് മറുപടി പറയാനുണ്ട്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. സാർ, ഈ സംസാരിക്കുന്ന റോണി കെ ബേബിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഞാനൊരു വീട് നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഈ നിയമം ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വീട് നഷ്ടപ്പെടും. സാർ, സത്യനന്ദിക്കാടിൻ്റെ ഒരു സിനിമയുണ്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. അതായത് അതിൽ ഗോപാലൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അതാണ് എനിക്ക് റോണി കെ ബേബിനെ കാണുന്നത്. അതായത് അയ്യോ ഭഗവാനെ അപ്പനെ രക്ഷിക്കണം, എന്നാലും ഞാൻ അവനെ കോടതി കയറ്റുമെന്ന് പറയുമല്ല. റോണി കെ ബേബി, എനിക്ക് സംസാരിക്കുന്നത് ഞാൻ ആരുടെയും വാക്ക് കേട്ടിട്ടല്ല ഞാൻ സംസാരിക്കും. ഞാൻ എൻ്റെതായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ പോലെ പാർട്ടി ഓഫീസിൽ നിന്ന് പറയണതും കേട്ടിട്ട് വന്ന് സംസാരിക്കണമല്ല, അല്ല അരമനയിൽ നിന്ന് കേട്ടിട്ട് പറഞ്ഞിട്ട് വന്ന് സംസാരിക്കണമല്ല. എനിക്ക് വീട് നഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഇരുന്നിട്ട് ഞങ്ങളെ ശരിയാക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഒരു ഉറപ്പുണ്ട്, നരേന്ദ്രമോദിയുടെ ഉറപ്പ്. അതിപ്പോൾ നിങ്ങൾക്ക് അതിൽ അസൂയ പൂണ്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് പല അജണ്ടകളും പൊളിഞ്ഞു പോയി, നിങ്ങളുടെ പല പ്ലാനുകൾ പൊളിഞ്ഞു പോയി, നിങ്ങൾക്ക് പല പ്രോപ്പഗാൻഡകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവുള്ളൂ, ഉള്ള വീട് കാത്തു സൂക്ഷിക്കണം. അത് പിന്നെ നിങ്ങൾക്ക് വേറൊരു ലക്ഷ്യം. ഞങ്ങൾക്ക് പിന്നെ നിങ്ങൾ പറയണ പോലെ ഞങ്ങൾ മാതാവിൻ്റെ, ഞാൻ ഈ ഇരുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കണം മാതാവിൻ്റെ മണ്ണിലിരുന്നിട്ടാണ്. ആ മാതാവുണ്ട് ഞങ്ങളുടെ കൂടെ. അല്ലാതെ നിങ്ങളുടെ പോലെ ഞങ്ങൾക്കൊരു അയാളുടെ പോലെ പോയി പെർമിഷൻ എടുത്തിട്ടൊന്ന് സംസാരിക്കും. ഞാൻ വഴിയിൽ നിൽക്കണം, എന്നോട് ചർച്ചയ്ക്ക് ഇരിക്കുമെന്ന് വെച്ചപ്പോൾ ഞാൻ കയറിയിരുന്നാൽ, അല്ലാതെ ഞാൻ മറ്റേ പാർട്ടി ഓഫീസിൽ നിന്ന് കയറി വന്ന് ഇരിക്കുന്ന ആളല്ല. അല്ലാതെ ഞാനൊരു അരമനയിൽ പോയി സംസാരിച്ചിട്ട് വന്നിരിക്കുന്ന ആളല്ല. ഞാൻ ഇവിടെ വീട് നഷ്ടപ്പെടുന്ന ഒരുത്തനാണ്. അല്ലാതെ നിങ്ങൾ അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് മോൻ ചത്താലും കുഴപ്പമില്ല, മരുമോളുടെ കരച്ചിൽ കാണണമെന്നും പറഞ്ഞ് കിടക്കണ ഈ സ്വഭാവം നിർത്ത് ദൈവത്തോർത്ത്. ഞങ്ങൾ മോനമ്പൻ ജനത 1965 ജീവിക്കണം. ഞങ്ങൾ 2025 നിങ്ങളുടെ ക്യാപ്സ്യൂളൊക്കെ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് വാ. വീട്ടിൽ പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കുന്നതൊക്കെ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കല്ലേ. ഞങ്ങൾക്ക് ഇന്ന് മോദി തന്നൊരു ഉറപ്പുണ്ട്. ഞങ്ങൾ ആ ഉറപ്പിൽ വിശ്വസിച്ചിരിക്കണം. ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട് അതിൽ. നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. എൻ്റെ വീട് നഷ്ടപ്പെട്ടിട്ട് ഞാൻ താമസിക്കുന്ന വീട് നഷ്ടപ്പെടുന്നതിന്റെ വേദന എനിക്കാണ്. താങ്കൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. എനിക്ക് ഒരു നഷ്ടപ്പെട്ടവന്റെ വേദനയാണ് ഈ പറയണത്. താങ്കൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഒരു നഷ്ടപ്പെട്ട പോണവന്റെ വേദനയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. താങ്കൾക്കൊന്നും നഷ്ടപ്പെടാനില്ല മാഷെ. ഞാനൊരു നഷ്ടപ്പെടുന്നവന്റെ വേദനയാണ്. താങ്കളുടെ പോലെ താങ്കളുടെ മുകളിൽ 100 പേരുണ്ടാവും. എനിക്ക് എന്റെ മുകളിൽ എന്റെ മാതാവും എന്റെ കുടുംബം മാത്രമേ ഉള്ളൂ.
നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് വളരെ വ്യക്തമാണ്. ഞങ്ങൾ നരേന്ദ്രമോദി ഞങ്ങളെ രക്ഷിച്ചവന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയമല്ല, ഞങ്ങളെ രക്ഷിച്ചവന്റെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ നന്ദിയുള്ളവരായിട്ടാണ് കാണിക്കുന്നത്. ഞങ്ങൾ നന്ദിയുള്ളവരാണ് ഈ കാണിക്കുന്നത്. എന്റെ ആദ്യത്തെ 4-5 ചോദ്യങ്ങൾക്ക് ഒറ്റ വരിയിൽ മാത്രം ഉത്തരം പറഞ്ഞ ആളാണ് ഫിലിപ്പ് ജോസഫ്. എനിക്ക് ഒരു ചോദ്യം ചോദിക്കേണ്ടിടത്ത് 4-5 ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ്, ചെറിയ വാക്കുകളിൽ. പക്ഷേ അങ്ങയുടെ പ്രതികരണം കേട്ട ശേഷം അദ്ദേഹത്തിന് വാതോരാതെ മറുപടി പറയേണ്ടി വരുന്നു. അത് കേൾക്കൂ. കേട്ട ശേഷം അങ്ങേക്ക് സമയം തരാം. കേട്ട ശേഷം അങ്ങേക്ക് സമയം തരാം. പ്ലീസ് പറയൂ ഫിലിപ്പ് ജോസഫ്. സാർ, ഞാൻ അദ്ദേഹം പറയണത് അദ്ദേഹം ഇത്രയും മോശമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഞാൻ കയറി സംസാരിച്ചത്. ഫിലിപ്പ് ജോസഫ് ഇനി പറയാനുണ്ടോ? ഇനി പറയാനുണ്ടോ? കോൺഗ്രസ് പാർട്ടി നിങ്ങളോട് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പിന്നെ കോൺഗ്രസ് എനിക്ക് സാർ എനിക്കൊന്ന് ഇപ്പൊ എനിക്ക് പറയാനില്ല. അദ്ദേഹം കയറി ഇന്ററപ്റ്റ് ചെയ്ത കാരണമാണ് ഞാൻ സംസാരിച്ചത്. ഞാനിപ്പോഴും പറയുന്നത് ഞങ്ങളെ രക്ഷിച്ചത് ഇപ്പൊ നരേന്ദ്രമോദിയാണ്. അപ്പൊ ഞങ്ങൾ നരേന്ദ്രമോദി അല്ലാതെ വേറെ ആരുടെ പേര് പറയും? ഞങ്ങള് കേന്ദ്രമന്ത്രി പ്രസ്താവന നിരാശാജനകമാണെന്ന് പറഞ്ഞ മുനിസിപ്പൽ സമരസമിതിയാ. നിങ്ങൾ പോയി നോക്ക്, നിങ്ങൾ പോയി അന്വേഷിക്കുക. ആര് പറഞ്ഞു അങ്ങനെ ഒരു പ്രസ്താവന? ഞങ്ങളല്ല, ഞങ്ങളുടെ സമരസമിതിയിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരുത്തൻ പറഞ്ഞ കാര്യം ഞങ്ങൾ എന്തിനടുത്ത് പറയുന്നത്? ഞങ്ങളുടെ സമരസമിതിയിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരുത്തനുണ്ട്, അവനിവിടെ 2 ആഴ്ചയായിട്ട് ഇവിടെ കാണാനില്ല. അവൻ വായ തോന്നിയത് കുടിച്ചിട്ട് വിളിച്ചു പറയുന്നതിന് ഞങ്ങൾ എന്ത് പറയാനാണ്? അവൻ കുടിച്ച് വെളിവില്ലാതെ അത് കേട്ട് വിശ്വസിക്കുന്നു. നിങ്ങളോട് ഞങ്ങൾ എന്ത് പറയാൻ? ഇല്ല, നമ്മൾ അങ്ങനെ ഇതിനെതിരെ എല്ലാത്തിനും അങ്ങനെ ചുമ്മാ രാഷ്ട്രീയമായിട്ട് മാത്രം കാണാതെ ഇവിടെ പാർട്ടി ഓഫീസിൽ നിന്ന് ക്യാപ്സ്യൂൾ ഞങ്ങൾക്ക് അത്യാവശ്യം നിയമം അറിയാവുന്നതാ. ഞങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ മുൻപത്തെ വിഷയം ഞങ്ങൾ പത്രമൊക്കെ വായിച്ചിട്ട് തന്നെയാ, അവിടുത്തെ ജനങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് വരുന്നത്. ഞങ്ങൾക്ക് നിയമം അറിയാം പക്ഷേ ഞങ്ങൾക്ക് നിയമം അറിയാം. ഞങ്ങളും ഒരു 2-2.5 വർഷമായി കോടതിയും കാര്യങ്ങളായിട്ട് കയറി ഇറങ്ങണം. അത് ആ ഒരു അനുഭവം മാത്രം മതി ഞങ്ങൾക്ക് വേറെ ഒരു ആഗ്രഹമില്ല. ഞങ്ങൾ ഈ 2.5 വർഷമായിട്ട് കോടതിയിൽ കയറി ഇറങ്ങണം, ആ ഒരു അനുഭവം മാത്രം മതി. ഞാൻ അങ്ങോട്ടൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഒരു അടിസ്ഥാന വിഷയമുണ്ടല്ലോ. അതായത് ഞാൻ തലമുറകളായി എന്റെ കുടുംബം ജീവിച്ചു പോകുന്ന ഒരിടം ഒരു നാൾ പെട്ടെന്ന് വഖഫിന്റേതാണ് എന്ന് പറയുമ്പോൾ അവിടുത്തുകാരുടെ മാനസികാവസ്ഥ എന്താണ്? ഞങ്ങളുടെ രാഷ്ട്രീയം ഇപ്പൊ വ്യക്തമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയം ഇപ്പൊ വ്യക്തമാണ്. ഞാനൊരു കോൺഗ്രസ്, ഞാൻ ഐബിഡിന് വോട്ട് ചെയ്ത ഒരു മനുഷ്യനാണ്. അധികാരത്തിൽ ഇരിക്കുന്നവർക്കല്ലേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാകൂ? നമുക്ക് തൽക്കാലം രാഷ്ട്രീയം മാറ്റിവെക്കൂ. തലമുറകളായി അവരുടെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞു പോകുന്ന ഒരിടം ഒരു നാൾ പെട്ടെന്ന് നിങ്ങളുടേതല്ല എന്ന് ആരെങ്കിലും പറയുമ്പോൾ അത് കേട്ട് വിശ്വസിക്കേണ്ടി വരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യനല്ലേ, ആ മനുഷ്യന്റെ ചുറ്റുപാടിൽ നിന്നല്ലേ അദ്ദേഹം മറുപടി പറയുന്നത്. ഈ ഓഗസ്റ്റ് മാസം ഈ പറയുന്ന മുനമ്പവും ഈ വഖഫ് നിയമവും ചർച്ച അന്ന് മുതൽ പറയുന്നത് സംസ്ഥാന സർക്കാരിന് നിലപാടെടുക്കണം. എന്തുകൊണ്ടാണ്? അവരുടെയാണല്ലോ വഖഫ് ബോർഡ്, അവർ വെച്ച വഖഫ് ബോർഡാണ്. വഖഫ് ട്രൈബ്യൂണൽ അടുത്ത മാസം വിധി പറയാനിരുന്നപ്പോൾ വഖഫ് ബോർഡ് പോയിക്കോ ഹൈക്കോടതി എന്താ സ്റ്റേ ചെയ്യണം, ഏതാ വഖഫ് ട്രൈബ്യൂണലിന് വിധി സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വഖഫ് ബോർഡ് പോയിരിക്കാം കോടതിയില്. ഈ പിണറായി വിജയൻ എന്താ ആർജുമില്ലാത്ത? നിങ്ങൾ പിണറായി വിജയനെതിരെ പറ. പിണറായി വിജയൻ സർക്കാർ 10 മിനിറ്റ് വിചാരിച്ചു. അതാ ഞങ്ങൾ പറയുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ വലിച്ചു നീട്ടി വിഷയം വഷളാക്കി ഇതിന്റെ അകത്ത് രക്ഷപ്പെട്ട മുതലാളുണ്ട്. അത് പിണറായി വിജയനാണ്, ഇടതുപക്ഷ സർക്കാരാണ്. നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കി ആർജവത്വത്തോടെ പറയണം, അല്ലാതെ കോൺഗ്രസിലാണല്ല നിങ്ങൾ പറയുന്നത്. ഞങ്ങളിവിടെ ആരെയും രക്ഷപ്പെടാൻ അനുവദിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയാനുള്ളത് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, സംസാരിക്കേണ്ടവരോടത്ത് സംസാരിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ ഈ അമെൻമെന്റ് വന്നിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്കറിയാം ഇതിന് സമയമെടുക്കുമെന്ന്. ഞങ്ങൾക്കറിയാം. ഇപ്പോഴത്തെ കേരളത്തിലെ സർക്കാർ ഇന്ന് കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചുള്ള മന്ത്രിമാർ കുറെ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടു നോക്കും. ഞങ്ങളിതെല്ലാം കേൾക്കണേണ്. അല്ലാതെ ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പിണറായി സാറിന്റെ പുറകെ പോകാനല്ല. ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ഓൾറെഡി അവർ തന്നിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. ഞങ്ങൾ കാണുന്നുണ്ട്, ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. അവർ പറയുന്നതെല്ലാം കാണുന്നുണ്ട്. ഇന്ന് അവരുടെ പ്രസ്താവനകളുണ്ടല്ലോ, അവരുടെ പ്രസ്താവനകളിൽ ഞങ്ങൾക്കറിയാം ഇതൊരു ജുഡീഷ്യറി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൻ്റെതായ സമയമെടുക്കും. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ആശ്വാസമാണ്. ഇന്നത്തെ ഉറപ്പിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, അല്ലാതെ ഇതിന് ശേഷമുള്ളതല്ല. നിങ്ങളുടെ കുറെ പ്ലാനുകൾ ഉണ്ടായിരുന്നു, നിങ്ങളുടെ കുറെ നിങ്ങളുടെ പ്ലാനുകൾ. തീർച്ചയായിട്ടും സാർ, ഞാനിപ്പോ സംസാരിച്ചത് ഇന്നത്തെ എനിക്ക് കിട്ടിയ എന്റെ ഈ 610 ഞാൻ പ്രതിനിധീകരിക്കുന്ന ബി.ജെ.പി. നേതാവ് അഡ്വക്കേറ്റ് ടി.എസ്. ഉല്ലാസ് ബാബു. തീർച്ചയായിട്ടും ഇവരുടെ അജണ്ടകളും ഇവരുടെ പ്ലാനുകളുടെ പ്രൊപ്പഗാൻഡകളെല്ലാം പൊളിഞ്ഞുപോയി. അഡ്വക്കേറ്റ് ടി.എസ്. ഉല്ലാസ് ബാബു, മുനമ്പം വിഷയത്തിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിലും അതിനുശേഷം മുനമ്പത്തുകാരുടെ മുന്നിലും കിരൺ റിജിജു എന്ന കേന്ദ്രമന്ത്രി പറഞ്ഞു വച്ച വാക്കുകളിലൊക്കെയും മുനമ്പം വിഷയത്തിൽ മുതലെടുപ്പുകാരെ തുറന്നു കാട്ടുന്നുണ്ടോ?
നമസ്കാരം. അതെ, നമ്മൾ കുറേ കാലമായിട്ട് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ 2A മുനമ്പത്തിന് ഗുണകരമാകുമോ, അല്ലെങ്കിൽ എടുത്തു കളഞ്ഞിട്ടുള്ള സെക്ഷൻ 40യുടെ കാര്യങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. റോണി കെ ബേബി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ഭയങ്കര വൈകാരികമായിട്ട് ഇതിനകത്ത് പ്രതികരിച്ചു. നിങ്ങൾ CPM-നെതിരെ പറയാം, നിങ്ങൾ കോൺഗ്രസിനെതിരെ പറയല്ല. അല്ല റോണി, നിങ്ങളുടെ ജയിച്ച 19 പേരുണ്ടായിരുന്നു, 18 പേരുണ്ടായിരുന്നില്ല, ഇവർ എന്ത് പണിക്ക് പോയിക്കായിരുന്നു പാർലമെൻറ്റിൽ? ഇവരെന്താ ഈ വിഷയത്തിൽ മുനമ്പത്തിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ സംസാരിക്കാഞ്ഞത്? കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൃത്യമായിട്ട് പറഞ്ഞത് എന്താണ്? ഞാനൊരു റെസ്പോൺസിബിൾ മിനിസ്റ്റർ, ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന രീതിയിൽ നിങ്ങളോട് ഞാൻ കൃത്യമായി ഇവിടെ വന്നൊരു കാര്യം പറയുന്നതുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം കൃത്യമായി തന്നെ നടപ്പിലാകും എന്ന് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നിങ്ങളോട് അവതരിപ്പിച്ചിട്ടുണ്ട് വഖഫ്. 2, അദ്ദേഹം എന്താണ് പറയുക, കോടതിയിൽ ഈ കാര്യങ്ങൾ നിരവധി കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും, ഇത്ര ദിവസത്തിനുള്ളിൽ ഈ കാര്യം ചെയ്തു തരാമെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ കോൺഗ്രസ്സുകാരെ പോലത്തെ പാക്കടിച്ച് എന്താ പറയുക, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും വാക്ക് പാലിക്കാത്ത സംവിധാനം അല്ലത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സമയം പറഞ്ഞാൽ ആ സമയത്തിനകത്ത് കൃത്യമായി അത് നടപ്പിലാക്കണം. അത് കോടതിയിൽ ചില കാര്യങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എനിക്കൊരു കൃത്യമായൊരു സമയം പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന രീതിയിൽ നിങ്ങളുടെ ഇവിടെ വന്നുകൊണ്ട് ഞാൻ ഉറപ്പ് തരുന്നു, ഈ പ്രയാസത്തിൽ നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങളുടെ റവന്യൂ റൈറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും, നിങ്ങളുടെ മണ്ണ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. അത് തട്ടിയെടുക്കാൻ ഒരാൾക്കും ഒരു തരത്തിലും ഞങ്ങൾ ഒരു അവസരവും കൊടുക്കില്ല. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല, ഇതൊരു മാനുഷിക ഇഷ്യൂ ആണ്. ആ വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ പോലെ തന്നെ നിരവധി ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ രാജ്യത്തുണ്ട്. ആ പ്രയാസങ്ങൾ ഒക്കെ പരിഹരിക്കപ്പെടേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ് ഞാൻ. 6 ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ മുസ്ലിമുണ്ട്, ക്രിസ്ത്യനുണ്ട്, പാർസിയുണ്ട്, ജൈനനുണ്ട്, ബുദ്ധനുണ്ട്. ആ വിഭാഗങ്ങളുടെയൊക്കെ പ്രയാസങ്ങളെ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഈ നിയമം പാസ്സാക്കുന്നതോടുകൂടി ഇത് ഇസ്ലാമിനെതിരാണ് എന്ന് വരുത്തി തീർക്കണ്ട. ഞങ്ങൾ ആൻറ്റി മുസ്ലിം ശൈലിക്കാരുമല്ല. പക്ഷേ ഇത് മുനമ്പത്തെ ജനങ്ങളുടെ അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. ഒരു സൂപ്പർ പവറായി നിന്നുകൊണ്ട് കാണുന്ന പൗരാണിക സ്ഥാപനങ്ങളടക്കം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി സ്ഥാപനങ്ങളടക്കം താഴെ പോകുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമായ ബിൽഡിംഗ് മുഴുവൻ ഞങ്ങളുടെയാണെന്ന് പറയപ്പെടുന്ന വഖഫിൻ്റെ കാടൻ നീതി അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് നിയമം അറിയാമെന്നല്ലേ റോണി സാറെ നിങ്ങൾ പറഞ്ഞേ? അങ്ങനെയാണെങ്കിലേ ഇത് അമെൻഡ് ചെയ്തിട്ട് ഇതേപോലെയുള്ളൊരു സൂപ്പർ പവർ, ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്കകത്ത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത തോന്നിത്തരം കാണിക്കാവുന്ന രീതിയിലുള്ളൊരു സൂപ്പർ പവർ കൊടുത്തത് ആരാണ്? ആ കൊടുത്ത സർക്കാരിൻ്റെ പേരാണ് UPA. അതിനെ നയിച്ച പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. അതിലൊരു വ്യക്തിയാണ് റോണി കെ ബേബി. നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പം നിങ്ങൾ ഈ വേഷം കെട്ടുകളൊക്കെ ചെയ്ത സമയത്ത് നിങ്ങളുടെ സൂത്രപ്പണികൾ വിജയിക്കാതെ വന്നപ്പോൾ നിങ്ങൾക്ക് ആവശ്യം മുനമ്പത്ത് 600 പേരുടെ വീട് പോയാലും നിങ്ങൾക്കൊരു പ്രശ്നമില്ല. അവിടെ കല്യാണം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കുട്ടികൾക്ക് പഠിക്കാൻ ലോൺ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഭൂമി വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്കതൊന്നും ഫീൽ ചെയ്യില്ലെന്ന്. നിങ്ങൾക്ക് ആവശ്യം എന്താണ്? ഇതിൻ്റെ പേരിൽ തമ്മി തല്ലിച്ച് ജാതി ഉണ്ടാക്കി, മതമുണ്ടാക്കി, വർഗം ഉണ്ടാക്കി, ഇതിൻ്റെ പേരിൽ 10 വോട്ട് കിട്ടാൻ സാധിക്കുകയാണെങ്കിൽ ഇതാവുമ്പോൾ 610 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ മാക്സിമം കിട്ടാൻ പോകുന്ന 10,500 വോട്ടാണ്. നേരെ മറിച്ചത് അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ വോട്ട് കിട്ടും. അതിന് തീവ്രവാദികളുടെയും ജിഹാദികളുടെയും ഒക്കെ വോട്ട് മേടിച്ച് പോവാം. അവിടെ നല്ല മുസ്ലിമുകൾ ഇത് അംഗീകരിക്കില്ല. ഈ വഖഫ് നിയമം ഈ ബില്ല് അമെൻഡ് ചെയ്തിട്ടുള്ള ബില്ലാണ് അംഗീകരിക്കുക. പഴയ ബില്ല് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. നിങ്ങൾ തളിപ്പറമ്പ് വിഷയത്തിൽ എന്താ നിങ്ങളുടെ മറുപടി എന്ന് പറ. ആ കോളേജ് കൊടുത്തിട്ടുള്ളത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ പോയിട്ടുള്ളത് ഒന്ന് പറ. എന്തുകൊണ്ട് അങ്ങനെ പോകാൻ കാരണം? അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കപ്പോൾ ഈ ബില്ല് ഇവിടെ നിയമമായി എന്ന് കൃത്യമായിട്ട് പറയാം. കേന്ദ്രമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞല്ലേ, നിങ്ങൾ ഇത് കേട്ട വ്യക്തി ഫിലിപ്പ് അദ്ദേഹത്തിനോട് ചോദിച്ചോളൂ. ഇതിൻ്റെ ചട്ടങ്ങൾ ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഇതിൻ്റെ റൂൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ചട്ടങ്ങൾ എഴുതിയതിന് ശേഷം കേരള സർക്കാരിനെ, ബന്ധപ്പെട്ട സർക്കാരിനെയും ബോർഡുകളെയും ഞങ്ങൾ അറിയിക്കും. ഇത് നടപ്പിലാക്കി ഈ മുനമ്പം ആളുകളുടെ വിഷയം കൃത്യമായി പരിഹരിച്ച് അവരുടെ റവന്യൂ റൈറ്റ് അവർക്ക് കൊടുക്കുക, അവർക്ക് ടാക്സ് അടയ്ക്കാനുള്ള അവകാശം അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കാൻ ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് കേരളയോട് അത് കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാൻ നുണ പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ.
അപ്പോൾ ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ? ഇത് കൃത്യമായി പറഞ്ഞില്ലേ? ഇതിൻ്റെ ബോർഡിൻ്റെ സിസ്റ്റം മാത്രമാണ് മാറ്റിയത്. ഈ ബോർഡിൻ്റെ സിസ്റ്റം മാറ്റിയപ്പോൾ നിങ്ങൾ അതിന് വലിയ സംഭവമായിട്ട് പറഞ്ഞു. എന്താണ് ഇതിൽ മറ്റാൾക്കാർ പറഞ്ഞത്? ശരിയാണെന്നേ, ജനാധിപത്യവൽക്കരിച്ചിട്ടുണ്ട്, മതേതരവൽക്കരിച്ചിട്ടുണ്ട്. അത് ബോർഡിന് ജനാധിപത്യവൽക്കരണവും മതേതരത്വവൽക്കരണവും ആവശ്യമായിരുന്നു. ഇവർ കാണിക്കുന്ന കാടൻ ശൈലിയിൽ നിന്ന് മാറ്റം വരണമെങ്കിലും പൊതുസമൂഹത്തിൻ്റെ, സാധാരണക്കാരൻ്റെ, അടിസ്ഥാന വർഗത്തിൻ്റെ, അവൻ്റെ വീടെടുത്ത് പോകുമ്പോൾ റോണി കെ ബേബി താമസിക്കുന്ന വീടേ ഒരു സുപ്രഭാതത്തിൽ ഇവർ വന്നിട്ട് ഇത് ഞങ്ങൾക്ക് മൂത്താപ്പൻ്റെ മൂത്താപ്പ കഫ് ചെയ്താന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുമ്പോൾ അപ്പം അറിയാം റോണി കെ ബേബിൻ്റെ തുള്ളല്. അപ്പം നിങ്ങൾക്ക് വിഷമമുണ്ടാവും. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, നിങ്ങളുടെ കാർന്നർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമി ഒരു സുപ്രഭാതത്തിൽ എൻ്റെ പഴയ കാലത്ത് ഇതെൻ്റെ ഞാൻ വഖഫ് ചെയ്താന്ന് പറഞ്ഞിട്ട് ഒരാളെ ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷമമുണ്ടാവും എന്നറിയാം. അപ്പോഴേ നിങ്ങളുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ 610 ആളുകൾ അത് കൃത്യമായിട്ട് വിഷമം അനുഭവിച്ചതാണ്. കൃത്യമായിട്ട് കിരൺ റിജിജു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു അർത്ഥശങ്കയ്ക്ക് ഇടം വരാതെ നിങ്ങളുടെ ആവശ്യം CPM-ഉം കോൺഗ്രസും പൊളിറ്റിക്കൽ നാടകം നടത്തുന്നതിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ആസ് എ ക്യാബിനറ്റ് മിനിസ്റ്റർ, ആസ് എ റെസ്പോൺസിബിൾ മിനിസ്റ്റർ, മൈനോറിറ്റി മിനിസ്റ്റർ, ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഇതാണ് നടക്കാൻ പോകുന്നത്, ഇതാണ് കാര്യങ്ങൾ, റൂൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കോടതിയിൽ നിരവധി കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു സമയം കൃത്യമായിട്ട് പറയാത്തത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, സർക്കാർ, ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പരിപൂർണമായിട്ട് നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ഒരു ഭൂമിയും നഷ്ടപ്പെടില്ല എന്ന് ആർജവത്തോടു കൂടി കേന്ദ്രമന്ത്രി ഇവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ അറിയിപ്പ് തന്നെയാണ് അവർ അംഗീകാരമായി എടുക്കുന്നത്. അങ്ങയിലേക്ക് വരാം. കൃത്യമായി കിരൺ റിജിജു പറഞ്ഞു വെക്കുന്നുണ്ട്, നിയമവഴിയിലൂടെ അത് സഞ്ചരിക്കട്ടെ, പക്ഷേ ഏറ്റവും ഒടുവിൽ വരെ ഞങ്ങൾ ഒപ്പമുണ്ടാകും എന്ന വാക്ക്, ആ വാക്കിലാണ് മുൻപത്തുകാർക്ക് വലിയ പ്രതീക്ഷയും വിശ്വാസവും ആശ്വാസവും ഉണ്ടാകുന്നത്. ചർച്ചയിലേക്ക് തിരികെ എത്താം. കാസ പ്രതിനിധി കെവിൻ പീറ്റർ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ കെവിൻ പീറ്റർ, മുസ്ലിമിനെതിരായ നിയമമല്ല, ഇസ്ലാമിനെതിരല്ല, നീതിക്ക് വേണ്ടിയാണ് വഖഫ് നിയമ ഭേദഗതി നടത്തിയത്, ആവർത്തിച്ചു പറയുന്നു കിരൺ റിജിജു. എന്നിട്ടും വളച്ചൊടിക്കുന്നു ചിലർ. മറുപടി. കേന്ദ്ര സർക്കാരും ഒപ്പം നിയമമന്ത്രിയായ കിരൺ റിജിജുവും അവർ ഏറ്റെടുത്ത ദൗത്യം ഏകദേശത്തോളം പൂർത്തീകരിച്ചു. അവരുടെ വാക്ക് പാലിച്ചു. ആ ജനതയുടെ ഏറ്റവും അധികം, ഒരുപക്ഷെ ഭാരതത്തിലെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു മുനമ്പം മാത്രമായിരിക്കും ഇത്രയധികം കുടുംബങ്ങൾ ഇതിന്റെ ദുരിതഫലം അനുഭവിക്കുന്നത്. അപ്പൊ ആ ജനത്തിന്റെ സന്തോഷം നേരിട്ട് കാണുവാനും അത് ഏറ്റുവാങ്ങുവാനുമായിട്ട് കിരൺ റിജിജു മുനമ്പത്തെത്തി. അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. അവിടുത്തെ യഥാർത്ഥ നന്ദിയുള്ള ആളുകൾ കിരൺ റിജിജുവിനോട് നന്ദി പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ഏതൊരു കൂട്ടത്തിലും കുറച്ചാളുകൾ, കാര്യം ഇവിടെ 610 പേരിൽ നന്ദി പ്രകടിപ്പിക്കാത്തവർക്ക് അല്ലെങ്കിൽ നന്ദി കാട്ടാത്തവർക്ക് ഒഴിച്ചു നിർത്തിയിട്ട് ഇതിന്റെ ഫലം കിട്ടുക എന്നുള്ളതൊന്നും ഒരിക്കലും വരുന്നില്ലല്ലോ. വാഴ നനയുമ്പോൾ ചീരയും നനയും. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. കാര്യം ഇത് ഏകദേശം ഇതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയെന്നും ഇതിന്റെ ഫലം ലഭിക്കാൻ പോവുകയാണെന്നും ഇതിന് പരിഹാരം ഉണ്ടാകുകയാണെന്നും മനസ്സിലായപ്പോൾ തന്റെ ഉള്ളിലെ രാഷ്ട്രീയമുണ്ട്, അല്ലെ തന്നെ നിയന്ത്രിക്കുന്ന ആളുകളുണ്ട്. അവരുടെ വാക്കുകൾക്ക് അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും പറയാം. അത് വളച്ചൊടിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടപ്പുറം രൂപതാ പിതാവായ ആംബ്രോസ് പുത്തൻ വീട്ടിൽ പറഞ്ഞതിനെ വളച്ചൊടിച്ച് പല രീതിയിലുള്ള പോസ്റ്ററുകളും ക്ലിപ്പിങ്ങുകളൊക്കെ നമ്മളിവിടെ കാണുകയുണ്ടായി. അതുപോലെ തന്നെ ഡൽഹിയിലുണ്ടായ കുരുത്തോല പ്രദർശനം അതിന് പെർമിഷൻ കൊടുക്കാറുന്ന വിഷയത്തൊക്കെ നമ്മൾ വളച്ചൊടിച്ച് ദിവസങ്ങളോളം ആഘോഷിക്കുന്ന നമ്മൾ കണ്ടു. അപ്പൊ ഇതുപോലെ തന്നെ ഇവർക്ക് വളച്ചൊടിക്കാനായിട്ട് അതിൽ ഏതെങ്കിലും ഒരാളുടെ ഇത് വേണം. കാര്യം അദ്ദേഹത്തിന് അറിയാം കൃത്യമായിട്ടും ഇതിന് ഫലം ലഭിക്കാൻ പോവുകയാണ്, അതിന്റെ കൂട്ടത്തിൽ തനിക്ക് ലഭിക്കുന്നു. ഇനി തന്റെ ഉള്ളിൽ ആ പഴയ രാഷ്ട്രീയം പുറത്തോട്ട് എടുക്കുന്നതിൽ ഒരുവിധ പ്രയോജനമില്ല. അപ്പൊ അതൊന്നും കൊണ്ട് റോണി കെ ബേബിയെ പോലുള്ള ആളുകൾ അതൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കുറച്ച് ആൾക്കാരെയൊക്കെ പറ്റിക്കാൻ സാധിക്കും. മുനമ്പത്ത് ഏറ്റവും അധികം നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഫിലിപ്പ് കെ ജോസഫ്. അദ്ദേഹമാണ് നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇപ്പോൾ ചില ആൾക്കാരുടെ ഉള്ളിലിരിപ്പ് അല്ലെങ്കിൽ അവർ പറയുന്ന രീതി എന്ന് പറയുന്നത് കിരൺ റിജിജു ഇവിടെ 1 മാസത്തോളം ഇവിടെ എറണാകുളം TV-യിൽ താമസിക്കണം, രാവിലെ ഓട്ടോറിക്ഷ പിടിച്ച് ട്രിബ്യൂണലിൽ പോകണം, പിന്നെ കോടതിയിൽ പോകണം, പിന്നെ വില്ലേജ് ഓഫീസിൽ പോകണം, താലൂക്ക് ഓഫീസിൽ പോകണം. അങ്ങനെ കിരൺ റിജിജു ഇവിടെ നടന്ന് ഇതെല്ലാം ശരിയാക്കി അവരുടെ വീട്ടിൽ മുനമ്പത്തോട്ട് കൊടുക്കണമെന്നാണ് എന്നുള്ള രീതിയിലാണ് ഇവരിവിടെ സംസാരിച്ചു വെക്കുന്നത്. അപ്പൊ ഇതൊന്നും അല്ല, ഇവിടെ നിയമം വന്നു കഴിഞ്ഞു. ഇനി വേണ്ടതെന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനതയെ നിങ്ങളുടെ രാഷ്ട്രീയ കളിക്ക് ഇരയാക്കാതെ ഇത്രയും കാലം നിങ്ങൾ 2 ഭരണ പ്രതിപക്ഷങ്ങൾ കൂടി ആ ജനതയെ കബളിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. ഇനിയെങ്കിൽ നിങ്ങളുടെ ആ തനി സ്വഭാവം കാണിക്കാതെ അത് മാറ്റിവെച്ചുകൊണ്ട് നിലവിലെ നിയമപ്രകാരം സംസ്ഥാന സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തു കൊടുക്കേണ്ടത് അത് ചെയ്തു കൊടുത്ത് ആ വിഷയം പരിഹരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നുള്ള അപേക്ഷ കൊടുക്കട്ടെ, അതിന്റെ ഫലമായിട്ട് കോടതിയെ സമീപിക്കട്ടെ, അതിനനുസരിച്ചുള്ള വിധിയായിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്ന പുതുക്കിയ
നിയമ ഭേദഗതിക്ക് അനുസരിച്ചുള്ള നിങ്ങൾ വെച്ചുകൊണ്ടുള്ള ആ ഭേദഗതിയിലെ ക്ലോസുകൾ വെച്ചുകൊണ്ടുള്ള വിധികളായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക, നടപടികളായിരിക്കും ഉണ്ടാകുക. അതിനനുസരിച്ചിട്ടാണ് പരിഹാരം ഉണ്ടാകുന്നത്. അല്ലാതെ കിരൺ റിജു പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഇതിന്റെ ആധാരത്തിന്റെ എല്ലാം ഇവിടുത്തെ ഇതിൽ നിന്ന് NOC മേടിച്ചുകൊണ്ട് വന്ന് അവിടെ വിതരണം നടത്താനൊന്നല്ല വന്നത്. അവിടുത്തെ ജനങ്ങളുടെ സന്തോഷം കാണാനാണ് വന്നത്. അതിന് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് റോണി KBB പോലുള്ളവർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനും ഒക്കെ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും വളച്ചൊടിക്കാൻ സാധിക്കും. പക്ഷെ യാഥാർത്ഥ്യം അവിടുത്തെ ബോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതേ ഉള്ളൂ അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയൊരു പ്രതിനിധിയാണ്, അല്ലെങ്കിൽ ഏറ്റവും അധികം ഇതിന്റെ ഒരു നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പൊ ഫിലിപ്പ് കെ ജോസഫ് മുനമ്പത്ത് നിന്ന് ജന ടിവിയിലൂടെ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അപ്പോൾ ഇതിന്റെ ശാശ്വതമായ പരിഹാരത്തിന് ഒരു തടസ്സവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി അത് കോടതിയിലൂടെ സാധിക്കും. അത് ആർക്കാണ് അറിയാത്തത്? പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ സാധിക്കും. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാപ്സൂൾ ഇറക്കാൻ സാധിക്കും. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇപ്പൊ പുതിയ നിയമ ഭേദഗതിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം ഇനി കോടതിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണലിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുകയുള്ളൂ. അതിലൂടെ ഈ വിഷയം പരിഹരിക്കപ്പെടും, അതറിയാം. പക്ഷെ അതിന് പകരം പിന്നെയും ഇത് ഇപ്പോൾ 3 വർഷത്തോളമൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരുന്ന ട്രിബ്യൂണലിലെ കേസുകളൊക്കെ ഇപ്പൊ വളരെ വേഗതയിലാണ് സിറ്റിങ്ങുകൾ നടത്തുന്നത്, വളരെ വേഗതയിലാണ് വാദങ്ങൾ നടത്തുന്നത്. എന്താണ് അതിന്റെ ഒരു കാര്യം? എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ട മുഖം എങ്ങനെയെങ്കിലും ഒന്ന് വീണ്ടെടുക്കണം, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തടിയൂരണം, അതിനുവേണ്ടിയുള്ള കളികളാണ് ഇവിടെ. ഇതൊക്കെ ഇവിടുത്തെ ബോധമുള്ള ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ. നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാം. നിങ്ങൾ എന്ത് പിണ്ണാക്കിലാണ് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നത്? 10 മിനിറ്റ് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നിയമസഭയിൽ നിന്ന് എഴുന്നേറ്റ് എന്ന് പറയണമെന്ന്. പിന്നെ നിങ്ങൾ എന്തിനാണ് തെരഞ്ഞെടുത്ത് അയച്ചത്? മുനമ്പം ജനങ്ങളുടെ വിഷയം മാത്രമാണോ? ചാവക്കാടുള്ളത് ആളുകൾ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരല്ലേ? പാലക്കാടും കോഴിക്കോടും കോട്ടയത്തും ആലപ്പുഴയിലും ഒക്കെ ഉള്ള വഖഫിന്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ നിങ്ങളെ വിജയിപ്പിച്ചവരല്ലേ? അവരോട് നിങ്ങൾക്ക് ബാധ്യതയില്ലേ? നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ ഞങ്ങൾ പാർലമെന്റിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തതിന്റെ കാരണം മുനമ്പം വിഷയവും വഖഫ് നിയമ ഭേദഗതിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടാണെന്ന്. ഓക്കെ, അവിടെ മുനമ്പം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ചാവക്കാടുള്ളവരോട്, അവിടെ മുസ്ലിം സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ടല്ലോ, അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ട നിങ്ങൾക്ക്. അവരുടെ വോട്ടുകൾ മേടിച്ചല്ലേ നിങ്ങൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും കയറിയിരിക്കുന്നത് അല്ലേ? കോട്ടയത്തുള്ളവരെ പരിഹരിക്കണ്ടേ? കോഴിക്കോടുള്ളവരെയും പാലക്കാടുള്ളവരെയും പരിഹരിക്കണ്ടേ? ഇത് അവരുടെ ജനങ്ങളല്ലേ? അപ്പൊ നിങ്ങൾ കേവലം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ തടി തപ്പാൻ ശ്രമിക്കരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നതില്ല. ഏതൊരു സ്ഥലത്തും നല്ലൊരു ഭരണം ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാവണം. ഇവിടെ പ്രതിപക്ഷമില്ല, അതാണ് ഇവിടുത്തെ കുഴപ്പം. ശ്രീ ഫിലിപ്പ് ജോസഫ്, അദ്ദേഹം ചർച്ചയിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, അങ്ങ് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന്. ആ വാക്ക് പറയാൻ അങ്ങയെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അതെല്ലാവരും കേൾക്കട്ടെ. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ, നരേന്ദ്രമോദിയിൽ, കിരൺ റിജിജുവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് അങ്ങ് പറയുന്നു? ആ അനുഭവം ആവർത്തിക്കൂ. ആ അനുഭവം എന്ന് പറയുന്നത് ഇന്ന് കിരൺ റിജിജു ഇവിടെ വന്ന് സംസാരിച്ച് നിങ്ങളെല്ലാവരും ടെലികാസ്റ്റ് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ച്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഞങ്ങളോട് എന്നോട് പേഴ്സണലി വ്യക്തിപരമായിട്ട് സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങി വന്നതിന് ശേഷം എൻ്റെ കൈ പിടിച്ച് എന്നോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് സമയം കൂടി എടുക്കും, ബട്ട് വി വിൽ ബി കംപ്ലീറ്റ്ലി സോൾവിങ് യുവർ പ്രോബ്ലംസ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ കൈ പിടിച്ചാണ് കിരൺ റിജിജു പറഞ്ഞത്, അല്ലാതെ ഞാൻ വേറെ ഒന്നും എടുത്തു പറഞ്ഞില്ല. എൻ്റെ കൈ പിടിച്ച് പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങൾ സോൾവ് ചെയ്തിരിക്കും, നിങ്ങളുടെ ലാൻഡ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കും, നിങ്ങൾ പഴയ രീതിയിൽ എങ്ങനെ ജീവിച്ചോ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് എല്ലാം വന്നിരിക്കും. അപ്പോൾ ആ ഒരു അനുഭവം ഞങ്ങൾക്ക് ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും മോദിജിയുടെ ഗ്യാരണ്ടിയാണ് അവർ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കറിയാം ഇത് പെട്ടെന്ന്, ഞങ്ങൾക്കറിയാം ഇത് സമയമെടുക്കും, ഇതിൻ്റെതായ പ്രൊസീജിയേഴ്സും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കെവിൻ പീറ്റർ പറഞ്ഞ പോലെ അദ്ദേഹം ഇവിടെ വന്നിരിക്കുക, അദ്ദേഹം പറഞ്ഞ അത് ഞങ്ങൾക്കറിയാം ഇതൊരു ജുഡീഷ്യറി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെതായ കാലതാമസം എടുക്കും. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്, മോദി തന്നൊരു ഉറപ്പുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി തന്നിരിക്കുമെന്നുള്ളത്. നിങ്ങളിവിടെ സന്തോഷത്തോടെ പഴയ എല്ലാ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ പിടിച്ച് കിരൺ റിജിജു പറഞ്ഞതാണ്, യു വിൽ ഗെറ്റ് ബാക്ക് whatever you lost. This is our guarantee. This is Modi's guarantee. അപ്പോൾ എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് വിശ്വാസം വേണം? ഞാൻ ഇനി വേറെ ഏത് കാര്യത്തിൽ ആശ്രയിച്ച് പോകണം? എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട്.
അതിൽ പല ആൾക്കാർക്കും അതിൽ വിഷമം തോന്നും. കാരണം ഇവിടെ പുറത്തെ ആൾക്കാർക്ക് പലത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പം ഞങ്ങളുടെ ഇവിടെ കമ്മീഷൻ സ്ഥാപിച്ച സമയത്ത് കമ്മീഷൻ്റെ ഫസ്റ്റ് സിറ്റിങ്ങിൽ കമ്മീഷൻ്റെ ഹെഡ് വന്ന് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഒറ്റ മാധ്യമങ്ങളൊന്നും എടുത്ത് പറഞ്ഞു. കമ്മീഷൻ്റെ ഹെഡ് വന്ന് ഞങ്ങളാ കണ്ട് സംസാരിച്ച ഫസ്റ്റ് കാര്യം അദ്ദേഹം പറഞ്ഞത്, ഒരു കോടതിയും ഇന്ത്യയിൽ ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വഖഫ് സംരക്ഷണ സമിതിയും കാരണം അവർക്കറിയാം, കാരണം ഒരു വഖഫ് ഭൂമി ഒരു വഖഫ് രജിസ്റ്ററിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഇവർ തോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ അതിനൊരു സ്റ്റേ പോയി. വീണ്ടും ഇപ്പോൾ ട്രൈബ്യൂണലിൽ ഇതേ കാര്യങ്ങൾ അവിടെയും ഒരു സ്റ്റേയിന് പോയി. പക്ഷെ അപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം കിരൺ റിജിജു ഇന്ത്യയിലെ ഞങ്ങൾ വായിച്ചതനുസരിച്ച് ഇന്ത്യയിൽ 5ാം പൗരനാണ്. ഒരു 5ാം പൗരൻ ഒരു മുനമ്പം സ്വദേശിയുടെ കൈ പിടിച്ചിട്ട് പറയുന്നത്, നിങ്ങളുടെ ഭൂമി ഞങ്ങൾ പിടിച്ചു തന്നിരിക്കുക, അത് എൻ്റെയും മോദിജിയുടെയും ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ വിത്ത് ഹു എൽസ് വി മസ്റ്റ്, ഞങ്ങൾ ആരുടെ പുറകെ പോകണം? ഞങ്ങൾക്ക് ഇതിൽ പരം ഒരു വലിയൊരു ഗ്യാരണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി എന്തിനാണ് വേണ്ടത്? പക്ഷേ ബാക്കി ഞങ്ങൾ പറയുന്നില്ല ഇത് നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും, ഇതിൻ്റെതായ സമയങ്ങളുണ്ടെന്ന്. പക്ഷേ ഒരു ഗ്യാരണ്ടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അത് മോദിജിയുടെ ഗ്യാരണ്ടിയാണ്. അതിൽ ഞങ്ങൾക്ക് സന്തോഷകരമാണ്. ഇടതു നിരീക്ഷകൻ BN ഹസ്കർ കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് BN ഹസ്കർ, അതായത് അതൊന്നുകൂടി പറയാം, ഇസ്ലാമിനോ മുസ്ലിമിനോ എതിരല്ല ഞങ്ങൾ, മതത്തിൽ ഇടപെടേണ്ട കാര്യവുമില്ല, മതപരമായ അജണ്ടയുമില്ല, ഇത് നീതിക്ക് വേണ്ടിയാണ് എന്ന് കേന്ദ്രമന്ത്രി ഒരു സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുനമ്പത്തുകാർക്ക് മുന്നിൽ വന്ന് പറയുന്നു. ഈ മുസ്ലിങ്ങൾക്കെതിരായ കേന്ദ്ര നീക്കമാണെന്ന പ്രചാരണം അതിങ്ങനെ രാഷ്ട്രീയ ഉപരിതലത്തിൽ പരത്തിവിടുന്ന ഇടതും വലതുമല്ലേ ശരിക്കും വിഷം ചീറ്റുന്നത്? കൃഷ്ണൻ, കേരളം പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനത്തിന്റെ വളരെ ചെറിയ സ്ഥലമായിട്ടുള്ള മുനമ്പത്തെ 600 കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കിയിരിക്കുന്നു എന്ന നെഞ്ചുവീരിപ്പോടുകൂടിയാണ് ഇന്ന് ശ്രീ കിരൺ റിജിജു മുനമ്പത്തെ നിവാസികളെ കാണാൻ വന്നത്. ഈ വഖഫ് എന്ന് പറയുന്നത് ആരുടേതാണ്? ആരാണ് യഥാർത്ഥത്തിൽ വഖഫ് ഭൂമിയുടെ അവകാശികൾ? വഖഫ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു മുസ്ലിം തന്റെ സമ്പാദ്യത്തിൽ നിന്നും ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. രാജ്യത്ത് പലതരത്തിൽ വഖഫ് ഭൂമികൾ വന്നു ചേർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ വിഭജന കാലത്ത് ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള ആളുകളുടെ ഭൂമി വഖഫ് ഭൂമിയായി ബൈ യൂസർ എന്ന നിലയിൽ അത് വഖഫ് ഭൂമിയായി പല വഖഫ് ബോർഡുകളുടെ കൈവശമുണ്ട്. രാജ്യത്താകമാനമുള്ള വഖഫ് ഭൂമിയിൽ കണ്ണും നട്ട് തന്നെയാണ് ഈ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. ഒരു രാജ്യത്ത് ഒരു നിയമം അപരിഷ്കൃതമോ അല്ലെങ്കിൽ കാലാനുസൃതമല്ലെന്നോ ഒരു തോന്നലുണ്ടായാൽ ആ നിയമം ഭേദഗതി വരുത്തുന്നുള്ള അവകാശം ഭരണഘടനാപരമായും അതുപോലെ നിയമസഭകൾക്കും പാർലമെന്റുകൾക്കും നിക്ഷിപ്തമായിട്ടുണ്ട്. അപ്പോ ഈ ഒരു നിയമം ഇന്ത്യയിലെ വഖഫ് നിയമം കാലാനുസൃതമല്ല എന്ന തോന്നലുണ്ടാക്കണമെങ്കിൽ അതാദ്യം പറയേണ്ടത് ആരാണ്? അതാദ്യം പറയേണ്ടത് വഖഫ് എന്ന് പറയുന്ന ഭൂമിയുടെ വസ്തുവകകളുടെ അവകാശികളായിട്ടുള്ള രാജ്യത്തെ മുസ്ലിങ്ങളാണ് ആദ്യം പറയേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഈ നിയമം, ആ നിയമം അപരിഷ്കൃതമാണ്, ആ നിയമം ഭേദഗതി ചെയ്യണം എന്ന് ഒന്നാമതായി ആവശ്യപ്പെടേണ്ടത് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന നിലയിൽ മുസ്ലിങ്ങളായിരുന്നു. ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ മുസ്ലിം പണ്ഡിതന്മാരോ ഏതെങ്കിലും മുസ്ലിം ആയിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിയോടോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയോടോ ആവശ്യപ്പെട്ടതായി നമ്മളാരും ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോ വഖഫ് ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 8 ലക്ഷത്തിൽ ചില്ലുവാനം വരുന്ന മുസ്ലിങ്ങളുടേത് മാത്രമായിരിക്കുന്ന വഖഫ് ഭൂമി തട്ടിയെടുക്കുക എന്ന റിയൽ എസ്റ്റേറ്റ് തന്ത്രം മാത്രമാണ് ഇക്കാര്യത്തിൽ. ഏതെങ്കിലും മതേതര നിലപാടിന്റെ ഭാഗമായിട്ടാണ് വഖഫ് ഭൂമികൾ കൈകാര്യം ചെയ്യുന്നതിന് മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിങ്ങളെ ആ വഖഫ് ബോർഡുകളിലേക്ക് സ്ഥാപിക്കണം, നിർദ്ദേശിക്കണം എന്ന അർത്ഥത്തിൽ ഭേദഗതി ചെയ്യാൻ നാളെ കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ ട്രസ്റ്റുകളിലേക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളിലേക്കോ അഹിന്ദുക്കൾക്ക് കൂടി സ്ഥാനം നൽകണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും RSSന്റെയും BJPയുടെയും അഭിപ്രായം എന്തായിരിക്കും? 2,
കഴിഞ്ഞ ആഴ്ച ഓർഗനൈസറിൽ വന്ന RSSന്റെ മൗത്ത് പീസ് ആയിട്ടുള്ള മാഗസിനാണ് ഓർഗനൈസർ. നിർഭാഗ്യവശാൽ ആ ലേഖനം വന്ന് മണിക്കൂറുകൾക്ക് ആ ലേഖനം പിൻവലിച്ചു. ആ ലേഖനത്തിലെ കാതൽ എന്ന് പറയുന്നത് രാജ്യത്തെ ബ്രിട്ടീഷ് ഭരണം കഴിഞ്ഞു പോകുമ്പോൾ ലഭിച്ചിരുന്ന സ്വത്തുക്കളിൽ മഹാഭൂരിപക്ഷവും കൈകാര്യം ചെയ്യുന്നത് ഇന്ന് ക്രിസ്തീയ സഭകളാണ്. അത് രാജ്യത്തിന് തിരിച്ചു കിട്ടണം എന്ന അർത്ഥത്തിലാണ് ആ ലേഖനം എഴുതപ്പെട്ടിട്ടുള്ളത്. എത്ര ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. വിചാരധാരയിൽ പറയുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമാണ് ആഭ്യന്തര ശത്രുക്കളെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രയോക്താക്കൾ നിശ്ചയമായും ഇതൊക്കെ തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കേണ്ടത്. ഇനി മുനമ്പം വിഷയത്തിലേക്ക് വന്നാൽ എന്ത് കള്ളത്തരങ്ങളാണ് ഒരു സമൂഹത്തോടു നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വഖഫ് നിയമം ഭേദഗതി പാസ്സാകുന്ന ദിവസം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ നിയമം ഭേദഗതി വന്നതിലൂടെ രാജ്യത്താകമാനം ഈ നിയമം വന്നതിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത് വഴി മുനമ്പം നിവാസികൾക്കും അതിന്റെ ആനുകൂല്യം ലഭിക്കുന്ന അന്ന് ഞാനടക്കമുള്ള ആളുകൾ ഈ ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. ഏതൊരു നിയമം, സിവിൽ നിയമം രാജ്യത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ റിട്രോസ്പെക്റ്റീവ് എഫക്ട്, ക്രിമിനൽ നിയമം അത് ചെയ്യാൻ കഴിയില്ല. സിവിൽ നിയമം നടപ്പിലാക്കുമ്പോൾ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിലോട് ആ നിയമം ആവിഷ്കരിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ അവകാശപ്പെടുന്ന, BJP അവകാശപ്പെടുന്ന മുനമ്പം നിവാസികൾക്ക് ലഭിക്കുമായിരുന്ന ആനുകൂല്യം ആ നിയമത്തിൽ നിന്ന് ലഭിച്ചേനെ. നിലവിൽ ആ നിയമം അവതരിപ്പിച്ചതുകൊണ്ട്, ആ ഭേദഗതി വന്നതുകൊണ്ട് മുനമ്പം നിവാസികൾക്കെന്നല്ല, വഖഫ് ഭൂമി അന്യാധീനമായി കൈവശം വെച്ചിരിക്കുന്ന ആരുടെയും ഭൂമിയിനെ ഒരു തരത്തിലും ആ നിയമം കൊണ്ട് ഒരു കരിയില്ലെന്ന് നിയമം വായിക്കുന്നവർക്കും നിയമം പഠിച്ചവർക്കും കൃത്യമായി ബോധ്യമുള്ളതാണ്. മുൻകാല പ്രാബല്യമില്ലാത്ത ഒരു നിയമത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ, മുനമ്പം നിവാസികളെ പറ്റിക്കുന്നതിന് വേണ്ടി അത് വളരെ അല്ല ശ്രീ ബി.എൻ. ഹസ്കർ, മുൻകാല പ്രാബല്യം എന്ന വാക്ക് അങ്ങേക്ക് ഉപയോഗിക്കാം. അത് കിരൺ റിജിജുവും പറഞ്ഞിട്ടുണ്ട്. നിയമത്തിൻ്റെ വഴിയിലാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ മുനമ്പത്തുകാർ വിശ്വസിക്കുന്നത് ഈ ബില്ലിനപ്പുറം അല്ലെങ്കിൽ ഈ നിയമത്തിനപ്പുറം, നിയമ ഭേദഗതിക്കപ്പുറം ഒരു സർക്കാർ കൊടുക്കുന്ന, ആരാണോ ഉറപ്പ് കൊടുക്കേണ്ടത് അവർ കൊടുക്കുന്ന ഉറപ്പിലാണ്. അതിനെ നമ്മൾ എന്തിനാണ് വിയോജിക്കുന്നത്? അത് തെറ്റെന്ന് ആവർത്തിക്കുന്നത് എന്തിനാണ്? കൃഷ്ണ, ഞാൻ അതിലൊരു അങ്ങയുടെ തെറ്റ്, ഒരു സർക്കാരിന് ഉറപ്പൊക്കെ കൊടുക്കണം. മോദിജി പല ഗ്യാരണ്ടികളും രാജ്യത്തിന് നൽകിയിട്ടുണ്ട്. അത്തരം ഒരു ഗ്യാരണ്ടിയായി അവർക്കത് വിശ്വസിക്കാം. വിശ്വസിക്കേണ്ടവർ ഇപ്പോ ബി.എൻ. ഹസ്കർ അത് വിശ്വസിക്കണ്ട. കാരണം അങ്ങ് അതിന് ഇരയല്ല. വിശ്വസിക്കണ്ട. ഉല്ലാസ് ബാബു പോലും വിശ്വസിക്കണ്ട. പക്ഷേ അത് ആരാണോ അനുഭവിച്ചത് അവരത് വിശ്വസിക്കുന്നതിൽ തെറ്റു പറയുന്നത് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്റെ കൃഷ്ണരാജെ, കുറച്ച് ക്രിസംഗികളും കാസയുടേതായിട്ടുള്ള കുറച്ച് ആളുകളും കഴിഞ്ഞ കുറെ നാളുകളായി വഖഫ് നിയമത്തിന്റെ പേരും പറഞ്ഞ് അപരമത വിദ്വേഷം പരത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നത്. അവരതങ്ങ് വിശ്വസിച്ചോട്ടെ. അവരിനിയിപ്പോ ഈ നിയമത്തിൽ തേനും പാലും ഒഴുകാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. എഴുതി വെച്ചോ കൃഷ്ണൻ, ഇത് നിയമപരമായി നീതിന്യായ വ്യവസ്ഥയിലൂടെ അല്ലാതെ മുനമ്പത്തെ വിഷയം പരിഹരിക്കാനാവില്ല. നീതിന്യായ വ്യവസ്ഥയിലൂടെ പറഞ്ഞത് അല്ല, അതല്ലല്ലോ കിരൺ റിജുവിന്റെ പണി. അതല്ലല്ലോ കിരൺ റിജുവിന്റെ പണി. അതല്ല കിരൺ റിജുവിൻ ചെയ്യേണ്ടിയിരുന്നത് പാർലമെന്റിൽ ഈ നിയമം പാസ്സാക്കുന്നത് വഴി ആ നിയമം ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ? ഒരു സിവിൽ നിയമം എന്ന നിലയിൽ നിശ്ചയമായും മുൻകാല പ്രാബല്യത്തോടുകൂടി ആ നിയമം അവതരിപ്പിക്കാമായിരുന്നു. എന്തുകൊണ്ട് അവതരിപ്പിച്ചില്ല? മുൻകാല പ്രാബല്യം ഇല്ലാത്തൊരു നിയമത്തെ ചൊല്ലി അത് കാണിച്ച് ഈ പാവ മുനമ്പം നിവാസികളെ പറ്റിക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ മുനമ്പം നിവാസികൾക്കെതിരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവിടുത്തെ മഹാഭൂരിപക്ഷം ആളുകൾക്കും എന്തിന്, അവിടുത്തെ അതിരൂപതയ്ക്ക് പോലും ബോധ്യപ്പെട്ടു നിയമം കൊണ്ട് ഒരു കാര്യമില്ല. നീതിന്യായ വ്യവസ്ഥയിലൂടെ മാത്രമേ അതിൽ ഈ നിയമത്തിന് ഈ മുനമ്പം നിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവൂ എന്ന വസ്തുത ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ അവരെ പറ്റിക്കാൻ ഇനിയെങ്കിലും ദയവീത് ശ്രമിക്കരുത്. ഈ നിയമം കൊണ്ട് ചില ക്രിസംഗികൾ ഇങ്ങനെ ആഘോഷിക്കുന്നതിനപ്പുറം ഈ നിയമം കൊണ്ട് നിശ്ചയമായും മുനമ്പം നിവാസികൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും. മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു സർക്കാരിനും ഇക്കാര്യത്തിൽ ഇടപെടാനാവില്ല എന്നുള്ള വസ്തുത തിരിച്ചറിയുന്നിടത്ത് മാത്രമേ
ഇക്കാര്യമുള്ളൂ. മറ്റൊരു ശരി ശരി, ഞാൻ അങ്ങേക്ക് സമവായത്തിന്റെ കുറച്ചധികം സമയം ഞാൻ തന്നു, അങ്ങേക്ക് കുറച്ചധികം സമയം തന്നു. TS ഉല്ലാസ് ബാബു, ഇതിന് മറുപടി വേണം. ഇതിലെന്താന്ന് വെച്ചാൽ, എനിക്ക് ബഹുമാനപ്പെട്ട ഹസ്കർ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇവർ പറയുന്നത് എന്താണ്, കിരൺ റിജിജുവിൻ്റെ പണി എന്ന് പറയപ്പെടുന്നത് പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കുന്ന സമയത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, അല്ലെങ്കിൽ ഇത് നാളെ കാലത്ത് തന്നെ അത് പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമം കൂടി ഒരു വരിയും കൂടി എഴുതി ചേർക്കണം എന്നാണല്ലോ ഇവരുടെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയപ്പെടുന്നത്. ഞാൻ ചോദിച്ചിട്ട്, നിങ്ങളുടെ നിയമസഭയുണ്ടല്ലോ, ഇന്ത്യ മഹാരാജ്യത്ത് ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ നിയമസഭയിൽ നിങ്ങളെന്താ ടാക്സ് അടയ്ക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്? അതാരാ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA അല്ലേ, മന്ത്രിയല്ലേ? ടാക്സ് അടയ്ക്കാൻ അനുവാദം കൊടുക്കുന്നില്ല. ആർക്ക്? ഈ മുനമ്പൻ ജനതയ്ക്ക്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ ടാക്സ് അടയ്ക്കാനുള്ള അനുവാദം നിഷേധിച്ച്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് തടഞ്ഞു വെച്ചത്? അപ്പം നിങ്ങൾക്കതിനകത്ത് രാഷ്ട്രീയം ഉണ്ടല്ലേ, നിങ്ങൾക്കതിനകത്ത് ഈ സമൂഹത്തിനോട് നീതികേട് കാണിക്കണമെന്നുള്ള അജണ്ട ഉണ്ടായിരുന്നല്ലേ, നിങ്ങൾക്ക് ഈ പാവപ്പെട്ടവളെ ഉപദ്രവിച്ചാലും കുഴപ്പമില്ല, അപ്പുറത്ത് ഞങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടിയാൽ മതി എന്നുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നല്ലേ. പിന്നെ നിങ്ങൾ പറഞ്ഞു, അക്കമിട്ട് ഓരോ കാര്യത്തിന് ഞാൻ എണ്ണി പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞു ഇത് ഹിന്ദു ക്ഷേത്രങ്ങളിലോ ദേവസ്വങ്ങളിലോ ആകുന്നു എങ്കിൽ നിങ്ങൾ ഇത് സമ്മതിക്കുമായിരുന്നോ എന്നൊരു ചോദ്യം ഹസ്കർജി ചോദിച്ചു. ഹസ്കർജി, അറിവില്ലായ്മ കൊണ്ട് നിങ്ങളത് ചോദിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങ് അറിവില്ലാത്തവനെ പോലെ അഭിനയിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റിക്കാനും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന നാണംകെട്ട നാടകത്തെ ന്യായീകരിക്കാനുമാണ് പറയുന്നത് എനിക്കറിയാം. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ക്ഷേത്രത്തെ കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനങ്ങളും ക്ഷേത്രത്തിലെ ദൈനംദിന നിത്യനിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര പായസം കഴിക്കണം, എത്ര വിളക്ക് വെക്കണം, എത്ര എള്ളുതിരി കത്തിക്കണം, എത്ര നെയ്യ് കൊടുക്കണം, എത്ര അവില് കൊടുക്കണം, മലര് കൊടുക്കണം, ഇത്യാദി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അളന്ന് മുറിച്ച് കാര്യങ്ങൾ നിശ്ചയിച്ച് അത് നടപ്പിലാക്കേണ്ടുന്ന ബോഡിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് കൃത്യമായിട്ട് ആചാരങ്ങൾ നടപ്പിലാക്കേണ്ട ഡയറക്റ്റ് ബോഡിയാണ് സാറേ. നിങ്ങളുടെ ഈ നിയമത്തിൽ ഈ മുസ്ലിം പള്ളികളിലെ 5 നിസ്കാരങ്ങളിലോ അവിടുത്തെ മറ്റ് ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ തീരുമാനമെടുക്കുന്ന ബോഡിയാണോ വഖഫ്? ഒന്ന് പറ, ആണോ വഖഫ്? അല്ലല്ലോ. നേരെ മറിച്ച് നിങ്ങൾ ഇതിനെ അങ്ങ് കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇത് നിങ്ങൾ എവിടെ കൊണ്ട് കെട്ടിയിട്ടും കാര്യമില്ലെന്ന്. ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല. നിങ്ങൾ അടുത്ത ന്യായം വേണ്ടെന്നേ, നിങ്ങൾ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിന്റെ ന്യായം വർത്തമാനമൊക്കെ നിർത്തിക്കോളൂ. ഈ നിയമത്തിൽ മുനമ്പത്തെ 610 കുടുംബങ്ങളെ, അവരുടെ അവകാശങ്ങളെ, അവരുടെ കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയ സ്വത്ത് അവർ അനുഭവിച്ചു വരുന്നത് ഒരു സുപ്രഭാതത്തിൽ അത് ഞങ്ങളുടേതാണെന്നും പറഞ്ഞു വരുന്ന ആളുകൾക്ക് നിന്ന് അവർക്ക് രക്ഷ നേടാൻ വേണ്ടുന്ന ഉതകുന്ന കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ അതിൽ ചേർത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ആരും പൂങ്കണ്ണീർ ഒഴുക്കണ്ട. കാരണം നിങ്ങൾ ഇത്ര കാലം ഇവിടെ ഇരുന്നിട്ട് ഭരിച്ചിട്ട് കാലം ഇത്രയായിട്ട് 5 മിനിറ്റ് റോണി കെ ബേബിന്റെ സതീശ് ഉണ്ടല്ലോ, ആ സതീശ് കലക്കാണ് എപ്പോഴും കലക്ക. എന്താ 10 മിനിറ്റ് എന്ത് 10 മിനിറ്റ്? എന്താ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് 10 മിനിറ്റ് കൊണ്ട് കൈകാര്യം ചെയ്യാമായിരുന്നില്ലേ? ഇവിടെ റവന്യൂ മിനിസ്റ്റർ അല്ലേ CPIയുടെ, ഓൻ എന്തായിരുന്നു പണി? 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന കാര്യമല്ലേ? അല്ലെങ്കിൽ ഇനി നിയമം പാസ്സായി, ആ നിയമം പാസ്സായതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ടാക്സ് അടയ്ക്കാൻ അനുവാദം കൊടുക്കണം. നിങ്ങൾ എന്താ എഴുതാഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. നാണാവില്ല നിങ്ങൾക്ക്? 610 കുടുംബങ്ങളെ പെരുവഴിയിലേക്ക് ഇറക്കി വിടുന്ന ഒരു നിയമത്തിനകത്ത്, ഒരു കാടൻ നിയമത്തിനകത്ത് ഭേദഗതി വന്ന് അവരെ സംരക്ഷിക്കുന്ന ഒരു നയം ഉണ്ടാകുമ്പോൾ അതിനകത്ത് BJP, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയം നടത്തിയിട്ട് അതിലൂടെ 10 വോട്ട് കൂട്ടി ഇവറ്റങ്ങളുടെ ചോര കുടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നുണ്ട് ഭാസ്കർ ഭായ്? നിങ്ങളൊക്കെ ഒരു മനുഷ്യനല്ലേ? നിങ്ങളെ പോലെയുള്ള ആളുകൾ തന്നെയല്ലേ അവരും? അവറ്റങ്ങളെ ഇറക്കി വിട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം കിട്ടണതെന്ന്? ഇന്ത്യ മഹാരാജ്യത്തെ ഈ ഭൂമികൾ തട്ടിയെടുക്കാൻ നിയമം ഒന്ന് വായിച്ച സാറേ, ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം. നിയമം ഒന്ന് വായിക്കുക. നിയമം വായിച്ചിട്ട് അതിലേതെങ്കിലും ഒരു സ്ഥലത്ത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടോ ഈ ഭൂമികൾ മുഴുവൻ കേന്ദ്ര സർക്കാരിലേക്ക് ലയിക്കപ്പെടുന്നു ഈ നിയമം പാസ്സാക്കുന്നിടത്തോളം സമയം മുതൽ എന്ന് എഴുതിയിട്ടുണ്ടോ? എന്തിനാണ് സാറേ നാവിടുത്തെ ഈ നുണ പറയുന്നത്? നിങ്ങളുടെ മുഖത്തിന് ചേർന്നതല്ലല്ലോ ഈ നുണ എന്ന് പറയപ്പെടുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? ഇത് ഇസ്ലാമിനെതിരാണോ? മുസ്ലിമിനെതിരാണോ? മുസ്ലിം നയങ്ങൾക്കെതിരാണോ? അവരുടെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ എതിരാണോ? ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ പ്രവർത്തിക്കെതിരാണോ? അല്ലല്ലോ. പകരം അവർ ഈ മറ്റുള്ളവരുടെ ഭൂമി, നിരവധി സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ഒരു തീരുമാനവും ഇല്ലാതെ ഇത് ഞങ്ങളുടേതാണെന്നൊരു നോട്ടീസ് അയച്ചാൽ
അവിടെ ഓടിപ്പോയി അവരുടെ അടുത്ത് പോയി തന്നെ തൊഴുത് ഇത് ഞങ്ങളുടേതാണ് സാറേ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് കിട്ടില്ല. അത് മറ്റവർക്ക് അത് ഞങ്ങളുടെയാണെന്ന് പറയാൻ പ്രത്യേക രേഖയൊന്നും വേണ്ട, ഒരു നോട്ടീസ് അങ്ങ് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒരു കോടതിക്കും ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളൊരു നിയമം വന്നിരിക്കെ അത് കൃത്യമായി കൊണ്ട് അത് ശരിയല്ല എന്നും അങ്ങനെ ഒരു സൂപ്പർ നിയമം വഹിക്കുന്ന ഒരു രാജ്യമാകാൻ പറ്റില്ല ജനാധിപത്യ ഇന്ത്യ എന്നുള്ള ബോധ്യമുണ്ടപ്പോൾ കോൺഗ്രസ് പാർട്ടി 10 വോട്ടിന് വേണ്ടിയിട്ട് ഇന്ത്യയെ തന്നെ വിൽക്കാൻ തയ്യാറായ ശൈലിയിൽ ഞങ്ങൾക്കത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള ദേശീയ ബോധമുള്ള ഒരു സർക്കാർ കൃത്യമായി നടപടിയെടുത്ത സമയത്ത് അതിനെ വളച്ചൊടിച്ച് നശിപ്പിച്ച് അത് മുസ്ലിം വിരുദ്ധതയാക്കി ഇനി അതിന്റെ പേരിൽ 10 വോട്ട് പിടിക്കാനല്ലേ സൂത്രപ്പണി? നിങ്ങൾ എന്ത് മനുഷ്യനാണ്? നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനെ പ്രതിനിധാനം ചെയ്യുകയും ആ ആശയത്തോടു കൂടി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന നിങ്ങൾ. മന്ത്രി കിരൺ റിജിജു വളരെ വൃത്തിയായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രി എന്ന രീതിയിൽ ഈ മുനമ്പൻ ജനതയോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം മുനമ്പത്തെ പ്രശ്നവും ആ പ്രശ്നത്തിലുള്ള പരിഹാരവും ഇതിനകത്ത് കൃത്യമായി നിയമത്തിനുണ്ട്. ഒരു ഭയവും മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ട. ഇറ്റ് വിൽ ടേക്ക് ടൈം. കാരണം എന്താ വെച്ചാൽ നിങ്ങളെപ്പോലെയുള്ള കുതന്ത്രക്കാർ, കുത്തുതിരിപ്പുകാർ, തട്ടിപ്പുകാർ ഈ ജനങ്ങളെ രാഷ്ട്രീയമായി കണ്ട് ഇവർക്ക് കിട്ടുന്ന അവകാശങ്ങളെ എങ്ങനെയെങ്കിലും ടോർപ്പട വെച്ച് നശിപ്പിക്കണമെന്ന ദുരുദ്ദേശം കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഓരുടെ ഒക്കച്ചങ്കന്മാരായിട്ടുള്ള കോൺഗ്രസ്സുകാരും കൂടി കേസ് കൊടുക്കുന്നു, വീണ്ടും കേസാക്കുന്നു, അതിലൂടെ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്കുന്നു, സമയം വൈകിക്കുന്നു. അതിലൂടെ ഈ ജനതയ്ക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമുണ്ട് എങ്കിൽ മാക്സിമം അവറ്റങ്ങളെ ഉപദ്രവിച്ച് കണ്ണീരിലാക്കി അവരുടെ പഠിക്കാനുള്ള കുട്ടികൾക്ക് പോകുന്ന സമയത്ത് ലോൺ എടുക്കുന്ന അവകാശത്തെ തടഞ്ഞ് അവർക്കൊരു കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള കുട്ടിക്ക് ലോൺ അടക്കുന്ന അവകാശത്തെ തടഞ്ഞ് അവർക്ക് ആ ഭൂമി ഒന്ന് വിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ തടഞ്ഞ് ആ രസങ്ങനെ പൂണ്ടിരിക്കാൻ നിങ്ങളൊരു മനുഷ്യരഹിത രാഷ്ട്രീയ സമൂഹത്തെയാണോ വാർത്തെടുക്കാൻ, മനുഷ്യത്വരഹിത രാഷ്ട്രീയ സമൂഹത്തെ വാർത്തെടുക്കാനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ശ്രമിക്കുന്നത്? ഞങ്ങളുടെ ആദരണീയ പ്രധാനമന്ത്രി ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനനായിട്ടുള്ള ഹസ്കറും റോണിയും കേട്ടുകൊള്ളുക. എന്താണ്? മുനമ്പത്തെ ജനങ്ങൾ അടങ്ങുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ബില്ല് കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന നിരവധി ആളുകളുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ രാജ്യത്തിൽ കൃത്യമായി ഒരു സൂപ്പർ നിയമം കൊണ്ടുവന്ന് അങ്ങനെ ജനങ്ങളുടെയും പൗരാണിക സ്വത്തുക്കളും മറ്റുള്ള കാര്യങ്ങളും എൻ്റേതാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു നയശൈലിയിൽ ഒരു വിഭാഗം മുന്നോട്ട് പോയാൽ അവർക്ക് മുമ്പിൽ നിന്ന് കൊടുക്കേണ്ടതല്ല സർക്കാരിൻ്റെ ശൈലി എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അതിൽ നിയമം പാസ്സായിരിക്കുന്നു. അതിൽ ഭാവിയിൽ ചട്ടങ്ങൾ വരും. ആ ചട്ടങ്ങൾ അനുസരിക്കേണ്ടി വരും. ആരനുസരിക്കേണ്ടി വരും? കേരള സർക്കാർ അനുസരിക്കാൻ കൃത്യമായി പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ കത്തെഴുതും. ആ കത്ത് നിങ്ങളൊന്ന് കഴിവുണ്ടെങ്കിൽ തിരിച്ചയക്കുക, സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാണാം നമുക്ക് അടുത്ത കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഈ കോടതിയിൽ പോകുന്ന നടപടികളൊക്കെ ഒന്ന് നിർത്തലാക്കിയിട്ടേ ഇതിനൊന്ന് സൂത്രം വെച്ചിട്ട് ടോർപ്പട വെക്കുന്ന പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ടേ ആ പാവങ്ങൾക്ക് കയറി കിടക്കാനുള്ള റവന്യൂ റൈറ്റ് കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. അല്ലാണ്ട് ഇതിന് BJPയുടെ റിയൽ എസ്റ്റേറ്റ് സ്വഭാവം. ഞാൻ മടങ്ങി വരാം. മുനമ്പം സമരസമിതി അംഗം ശ്രീ ഫിലിപ്പ് ജോസഫിനോട് ഒറ്റ ചോദ്യം കൂടി. അതായത് പലരും രാഷ്ട്രീയം പറയുന്നുണ്ട് ഈ വിഷയത്തിൽ, പക്ഷേ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങൾക്കൊപ്പം നിൽക്കാൻ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രതിരോധിക്കാൻ ഏതറ്റം വരെയും പോകാൻ ചിലരുണ്ടെന്നതാണ്. അതാണങ്ങ് നേരത്തെ മോദിയുടെ ഗ്യാരണ്ടിയായി പറഞ്ഞത്. പക്ഷെ മറ്റുള്ളവർ അതിലിപ്പോഴും രാഷ്ട്രീയം ആരോപിക്കുന്നുണ്ട്. നോക്കൂ, മുനമ്പത്തെ 600 കുടുംബങ്ങളെ സംരക്ഷിക്കാനെന്ന ആക്ഷേപം പോലും ഉണ്ടല്ലോ. ഈ മുനമ്പത്തെ 600 കുടുംബത്തെ സംരക്ഷിക്കാനുള്ള സൂക്ഷ്മത ഈ കേന്ദ്ര സർക്കാരിനുണ്ടെന്ന് വേണ്ടേ നമ്മൾ കാണാൻ? സാർ, എനിക്ക് സംസാരിക്കാമോ? യെസ് യെസ്, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട മിസ്റ്റർ അസ്കർ പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര ആശങ്കയാണ്. സാർ, എനിക്കില്ലാത്ത ആശങ്കയെന്ന് നിങ്ങൾക്ക്, ഈ പാനലിലിരിക്കുന്ന ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് മാത്രമല്ല, എനിക്കൊരാശങ്കയില്ലല്ലോ. നിങ്ങൾ ഞങ്ങളോടത്ത് ആശങ്കപ്പെടണമെന്ന്, നിങ്ങൾ ഞങ്ങളിൽ എന്തെങ്കിലും വന്ന് അനുഭവിക്കേണ്ടത്. ഞങ്ങൾക്കതിന് ഇന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട്. അതിൽ നിങ്ങൾ ഞങ്ങളെ ക്രിസംഗിന്ന് നിങ്ങൾ എന്ത് വിളിച്ചു, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് തിരിച്ചു കിട്ടിയാൽ മതി. അല്ലാതെ മറ്റേ ആ പത്രത്തിൽ വന്നതാ ഈ പത്രത്തിലോ അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ലക്ഷ്യം, ഞങ്ങളുടെ 5ഉം 6ഉം തലമുറയായിട്ട് താമസിക്കുന്ന ഞങ്ങളുടെ കുടുംബം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. അല്ലാതെ ഞങ്ങളെ ആരെന്ത് പേര് വിളിച്ചാലൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്കില്ലാത്ത ആശങ്ക നിങ്ങൾക്ക് എന്താണ്?
ഞങ്ങളിൽ ഇതിലിപ്പോൾ ഈ പാനലിലിരിക്കണ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല ഈ ഒരു നിയമം കൊണ്ട്. പക്ഷേ എനിക്ക് ഇതെന്തെങ്കിലും വന്നാൽ നഷ്ടപ്പെടണം. എനിക്കില്ലാത്ത വിഷമം എന്താ നിങ്ങൾക്ക്? ഞാനല്ല ഇതിൽ ദുഃഖിക്കേണ്ടത്. നിങ്ങൾ ഞങ്ങളുടെ കാര്യം ഓർത്ത് ആശങ്കപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്ന്. ഞങ്ങൾ ഇത്രയും ദിവസം ഞാൻ ഈ ചർച്ച എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു TV ചർച്ചയിൽ വന്നത്. ഞാൻ വഴിയിൽ നിന്ന് കയറി വന്ന ഒരാളാണ്. ഞാൻ എൻ്റെ അനുഭവമാണ് പറയണത്, അല്ലാതെ ഞാനൊരു രാഷ്ട്രീയക്കാരനോ, ഞാനൊരു പ്രവാസിയാണ്, ഞാനൊരു പ്രവാസ ജീവിതം ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഒരു വിഷയം എൻ്റെ വീട് നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ സമരത്തിന് കയറുന്നത്. അല്ലാതെ ഞാൻ എനിക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ഞാൻ പറയണത് എന്താണ്, ഞങ്ങളുടെ കാര്യം ഓർത്ത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആശങ്കപ്പെടല്ലേ. നിങ്ങളുടെ കാര്യത്തിലെങ്കിലും ആശയപ്പെടും. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള നിങ്ങളുടെ ആശങ്കയും കൂടി എടുക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഞങ്ങൾക്കിപ്പോൾ ആശങ്കയില്ല. നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടല്ലേ. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലൂടെ പോയിക്കോ. ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ കിടന്നുറങ്ങണ മണ്ണ്, ഞങ്ങളുടെ പൂർവികർ ഉറങ്ങുന്ന ഞങ്ങളുടെ പള്ളിയുടെ മണ്ണ്, ഞങ്ങളുടെ അമ്പലത്തിൻ്റെ മണ്ണ്, ഇത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയാൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും. അല്ലാതെ ഞങ്ങൾക്ക് അത് ഇതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വേറൊരു കാര്യം, ഞങ്ങൾ മോദിജിയോട് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. അത് വഴിക്ക് ഞങ്ങൾക്ക് സഹായം ചെയ്ത ഒരാളോട് നന്ദി ഉണ്ടായിരിക്കും. എനിക്ക് ഒരു രാഷ്ട്രീയമൊന്നും ഉണ്ടായില്ല, ഒന്നുണ്ട്. ഞാൻ ഈ ഞാനിപ്പോൾ ഒരു BJP, ഐ ആം റിയലി പ്രൗഡ് ടു സേ ഐ എം എ പ്രൗഡ് BJP മെമ്പർ റൈറ്റ് നൗ. ഞാനൊരു 2 ആഴ്ചയായിട്ടുള്ള ഈ രാഷ്ട്രീയം എന്താ, ഞാൻ 24 വർഷമായിട്ട് പ്രവാസ ജീവിതം ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. പക്ഷെ ഇപ്പം എനിക്ക് രാഷ്ട്രീയമുണ്ട്. കാരണം എന്നെ സഹായിച്ച ആളുടെ രാഷ്ട്രീയമാണ് എനിക്കുള്ളത്. അല്ലാതെ പിന്നെ ഞങ്ങളോർത്ത് ദൈവത്തെ ഓർത്ത് ആശങ്കപ്പെടേണ്ട. ഞങ്ങളുടെ സങ്കടങ്ങൾ വിചാരിച്ചു. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ജീവിച്ചാൽ മതി. ഞങ്ങൾക്കറിയാതെ താമസം എടുക്കും. ഏതായാലും നനഞ്ഞ് ഇനി കുളിച്ച് പറയാനുള്ളതൊക്കെ അങ്ങ് ആദ്യമായാണ് ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ അത് ആദ്യ 5 മിനിറ്റുകളിൽ പ്രകടവുമായിരുന്നു. കാരണം എൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും ഒറ്റ വരിയിലോ 2 വരിയിലോ അങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് കത്തിക്കയറി കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ച് പറയേണ്ടത് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് വളരെയധികം നന്ദി ശ്രീ ഫിലിപ്പ് ജോസഫ്. പ്രൊഫസർ റോണി കെ ബേബി, ഈ വർഷങ്ങളായി നിലനിന്ന ഒരു വലിയ തെറ്റ് തിരുത്തുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണെന്ന് അദ്ദേഹം പ്രസംഗിച്ചത്. അതായത് ഒരു തെറ്റ് തിരുത്താനുള്ളതല്ലേ, എല്ലാ തെറ്റുകളും അതേപടി തുടരണമെന്നാണോ നിങ്ങളുടെ രാഷ്ട്രീയം പറയുന്നത്? എനിക്ക് ഇവിടെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് ജോസഫ് അദ്ദേഹം സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊന്നും ഇതിൻ്റെ അകത്തൊരു താല്പര്യമില്ല. ഞങ്ങളൊക്കെ വലിഞ്ഞു കയറി വന്നവരാണെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ധാരണയോ തെറ്റിദ്ധാരണയോ മാറ്റാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മുൻപത്ത് ഇതുമായി അഫക്റ്റ് ചെയ്യുന്ന, ഞങ്ങൾ പറയുന്നത് കേൾക്കുവാനും വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾ പറയുന്ന സന്ദേശം ഉൾക്കൊള്ളാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും അവിടെയുണ്ട്. സമരസമിതിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള പ്രതികരണങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പിതാക്കന്മാർ ഉൾപ്പെടെ അവിടുത്തെ ആ മുൻപത്തെ ജനങ്ങളുടെ ഹൃദയവേദന അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന പിതാക്കന്മാരുടെ തന്നെ വാക്കുകൾ ഇന്നലെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പിതാക്കന്മാർക്കൊന്നും നഷ്ടപ്പെടാനില്ല സർ, പിതാക്കന്മാർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അല്ല, ഇവരെല്ലാം ഇതിന് ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണല്ലോ. അല്ലാതെ നിങ്ങൾ മാത്രം, നിങ്ങളെ 2-3 ആളുകൾ മാത്രമല്ലല്ലോ. എല്ലാവരോടും കൂടുന്നതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ വേളാങ്കണ്ണി മാതാ പള്ളിയുടെ മുറ്റത്താണ് സമരം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ രൂപതയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം പറയുന്ന അഭിപ്രായത്തിനും അത് നിങ്ങൾ ഉൾക്കൊള്ളാതിരിക്കുകയോ, പക്ഷെ അത് സ്വാഭാവികമായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും ചർച്ച ചെയ്യണം. പിന്നെ ഇവിടെ നമ്മൾ കിരൺ റിജിജുവിനെ ഒരുപാട് വാനോളം ഇവിടെ പുകഴ്ത്തിയ, പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ബുദ്ധമത വിശ്വാസിയാണ്. ലോകത്തെങ്ങുമുള്ള ബുദ്ധമത വിശ്വാസികളുടെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രമാണ് ഈ പറയുന്ന ബുദ്ധഗയ എന്ന് പറയുന്നത്. അവിടെ വലിയ സമരം നടക്കുകയാണ്. അവിടുത്തെ ഇന്ന് അദ്ദേഹം പറയുന്നു ഈ മതന്യൂനപക്ഷങ്ങളെല്ലാം ഞാൻ കൂട്ടി നിർത്തും. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതന്യൂനപക്ഷങ്ങൾ ഒന്നായ ഒരു അന്യ നിന്നു പോകുന്നതിന്റെ പക്കം നിൽക്കുന്ന ആ ബുദ്ധമത വിശ്വാസികളുടെ ഒരു വലിയ സമരം നടന്നിട്ട് അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനോ ആ പ്രശ്നം ഒന്ന് പരിഹരിക്കുവാനോ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഇവിടെ കെവിൻ പീറ്റർ പറഞ്ഞു ഇത് ഈ പറയുന്ന മുനമ്പം, അവിടേക്ക് ഈ പറയുന്ന കിരൺ റിജിജു ഓടിയെത്തി എന്ന് പറയുന്നു. അപ്പോൾ മുനമ്പമാണ് അത്ര ഏറ്റവും വലിയ വിഷയം. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ പറഞ്ഞ തിരുച്ചെന്തൂരിലൊക്കെ വിഷയം എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങൾ മുഴുവൻ വഖഫ് കൊണ്ടുപോയി, കർണാടകയിലെ ഗ്രാമങ്ങൾ മുഴുവൻ വഖഫ് കൊണ്ടുപോയി, ഉത്തരേന്ത്യ മുഴുവൻ വഖഫ് കൊണ്ടുപോയി. അവിടെ ഒന്നും കിരൺ റിജിജുവിനൊന്നും പറയാനില്ല. അദ്ദേഹം ഓടി പിന്നെ ഇവിടേക്ക് എത്തിയാണ് മുനമ്പം. അപ്പൊ അത് തന്നെ ഞങ്ങളുടെ ആദ്യം തൊട്ട് തന്നെ പറയുന്നത് ഇവിടെ മുനമ്പത്തിന്റെ രാഷ്ട്രീയം. പിന്നെ ഇവിടെ രണ്ടുപേരും സൂചിപ്പിച്ചു ഇവിടുത്തെ പ്രതിപക്ഷം, അല്ലെങ്കിൽ ഇവിടെ പിന്നെ കെവിൻ ഉൾപ്പെടെ. എനിക്ക് പറയാൻ കൃത്യമായിട്ട് ഉണ്ട്. നിങ്ങൾ ഗോളാണെങ്കിലും അതിനും മറുപടി ഞാൻ പറഞ്ഞുകൊള്ളാം. പിന്നെ ഇവിടെ പറയുന്നു പ്രതിപക്ഷം നിഷ്ക്രിയമാണ്, പ്രതിപക്ഷം ഒന്നും ചെയ്യുന്നില്ല. കെവിൻ പീറ്റർ ഉൾപ്പെടെ, കെവിൻ പീറ്റർ BJPയുടെ പറയട്ടെ, കെവിൻ പീറ്റർ BJPയുടെ ഭാഗമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ നടത്തിയ ഒരു പ്രസ്താവനയോട് ഉല്ലാസ് ബാബു ആരും പ്രതികരിച്ചില്ല. എന്താണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്? ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുന്നു, ആ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു.
എന്ന് പറഞ്ഞത് അത് നിങ്ങൾ പരിശോധിച്ചേ. പരിഹസിച്ചതായിരിക്കും. അത് പരിഹസിച്ചതായിരിക്കും. നിങ്ങൾ അങ്ങനെ എല്ലാം നിങ്ങൾ പറയും, നിങ്ങളുടെ ആംഗിളില് നിങ്ങൾ അങ്ങനെ ചുമ്മാ ഒരു വളരെ ഗൗരവമായ ഒരു ചർച്ചയെ ഇങ്ങനെ വളരെ രീതിയിൽ സംസാരിക്കാതെ, ഇങ്ങനെയാണ് ഒരു ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഇങ്ങനെയാണ് വളരെ ഉത്തരവാദിത്വ ബോധമുള്ള ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെയാണ് പരാമർശം നടത്തുന്നത്. നിങ്ങൾ അദ്ദേഹത്തോട് വിളിച്ച് ചോദിക്കേ, കെവിൻ പീറ്ററിന് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റോട് വിളിച്ച് ചോദിയില് നിങ്ങൾ പരിഹസിച്ചതാണോ അല്ലോ എന്നുള്ളത്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത്. പിന്നെ ഇവിടെ ഉല്ലാസ് ബാബു പറയുന്നു, ഇവിടെ ഈ പറയുന്ന ആചാര അനുഷ്ഠാനങ്ങളിലല്ല വക്കപ്പോട്. ഒരു കാര്യം വളരെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിൽ കൃത്യമായി പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നുണ്ട്. അത് എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും എല്ലാ ഭാഗമാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. വളരെ കൃത്യമായി തന്നെ പിന്നെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള. പിന്നെ ഇവിടെ എന്താണ് ഞങ്ങൾ ഇതിനകത്ത് ഇവിടെ ഉല്ലാസ് ബാബു പരിഹസിക്കുന്നു 10 മിനിറ്റ് ഞങ്ങൾ കൃത്യമായി ഈ വഖഫ് ഭേദഗതി നിയമം വരുന്നതിന് മുമ്പാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് വിഷയം പരിഹരിക്കാൻ വരുന്നു. കാരണം എന്താണെന്നറിയോ? കാരണം 2019 വഖഫ് ബോർഡ് ആസ്തി രജിസ്റ്ററിൽ എഴുതി ചേർത്തത് നിങ്ങൾ പറയട്ടെ 610 പേര് തടഞ്ഞോ? 2019 ഞങ്ങൾ 610 മുനമ്പങ്കാര് വന്ന് തടഞ്ഞിരുത്തിയിരുന്നോ? 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ സതീശൻ ഓടി രക്ഷപ്പെട്ട സമയത്ത്, ഓടി ഇറങ്ങിയ സമയത്ത് മുനമ്പത്തിൽ 610 കുടുംബക്കാർ തടഞ്ഞിരുന്നോ? ഓടി രക്ഷപ്പെടാൻ പോകുന്നത് നിങ്ങളെ ബിജെപിയുടെ നേതാക്കന്മാരാ. അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പോകുന്നത്. ഇന്ന് മാലയിട്ട് സ്വീകരിച്ചൊരു നാളെ നിങ്ങളെ ചൂലെടുത്ത് അടിക്കുന്ന ഒരു സാഹചര്യം നാട്ടിലുണ്ടെങ്കിൽ റോണി കെ ബേബി മുനമ്പത്ത് 610 കുടുംബങ്ങളെ വിളിച്ചിരുത്തിട്ട് നീ ഇതിനുള്ള എതിർപ്പൊന്ന് പറ. മുനമ്പത്ത് പോയി ഒരു കസാരയിട്ട് ഈ 610 കുടുംബങ്ങളുടെ മുമ്പിൽ നാട്ടിലുണ്ടെങ്കിൽ റോണി കെ ബേബി ഈ പറഞ്ഞ വാക്കുകളാണോ പറയാ? നട്ടലുണ്ട്. കാരണം എന്താ സമരസമിതിയുടെ പ്രസ്ഥാനം വന്നില്ല. നിങ്ങളത് കേൾക്കേ, എന്താ സമരസമിതിയുടെ പ്രസ്ഥാനം വന്നത്? ഈ കിരൺ റിജുവിന്റെ ഞാനും പോയി വരാം. നിങ്ങളൊന്ന് പറ. ഞാനും വരാം കൂടെ. ഒന്ന് പോയി പറ. നിങ്ങൾ സമൂഹ മാധ്യമം നിങ്ങൾ ചാനലിനെടുത്ത് നിങ്ങൾ നോക്ക്. ജനം ടി വി അല്ല, ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റ് അങ്ങനെ നിങ്ങൾ പറയുന്നത് മാത്രമാണെങ്കിൽ ശരി, നിങ്ങൾ പറയുന്നത് മാത്രമാണ്. ഞങ്ങളൊക്കെ എന്താ ഞങ്ങളുടെ പ്രതിപക്ഷ ചാനലുകളല്ലെന്ന് കേരളത്തിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുക്കള നിറങ്ങികളായിട്ടുള്ള വിഭാഗമല്ലെന്ന്, കോൺഗ്രസ് പാർട്ടിയുടെ അടുക്കള നിറങ്ങിയിട്ടുള്ള വിഭാഗമല്ലെന്ന് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിയമം വഴിക്ക് അവർക്ക് കിട്ടേണ്ട ഭൂമി കിട്ടിയിരിക്കും. ആ ബില്ലിനെ കുറിച്ച് കൃത്യമായി കാര്യം ചർച്ച ചെയ്യേ. ഉല്ലാസ് ബാബു പറഞ്ഞ എത്രയോ കാര്യം യോജിപ്പുണ്ടായിരുന്നു. അക്ഷരം പറഞ്ഞില്ലല്ലോ. ഞാൻ ഒറ്റ കാര്യം മാത്രം ചോദിക്കാൻ, ഈ വഖഫ് ട്രൈബ്യൂണൽ മതകോടതിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഇതേ നിയമത്തിൽ തന്നെ ഈ വഖഫ് ട്രൈബ്യൂണലിനെ നിലനിർത്തിയില്ലേ? നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ ശരിയായിരുന്നെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന നുണക്കഥകൾ മുഴുവൻ ശരിയാണെങ്കിൽ ഈ നിയമത്തിൽ നിങ്ങൾ വഖഫ് ട്രൈബ്യൂണലിനെ എടുത്ത് പള്ളക്കളയണമായിരുന്നു. എന്നിട്ട് നിങ്ങൾ ഒന്ന് സംസാരിക്കണമായിരുന്നു. ആ വഖഫ് ട്രൈബ്യൂണലിനെ നിലനിർത്തിയത് മാത്രം നിങ്ങൾ മതകോടതിയാണ്, ശരിയത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കോടതിയാ. എന്നിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം നിയമം അറിയാവുന്ന ഒരു മതപണ്ഡിതനെ കൂടി ആവശ്യപ്പെടായിരുന്നില്ലേ? അല്ല, നിങ്ങൾ പറയുന്ന മുഴുവൻ എന്താ? അങ്ങനെ ഈ പറയുന്ന മുഴുവൻ നുണകൾ പറഞ്ഞ് എന്താ ഇവിടെ മുഴുവൻ എന്താ? വഖഫ് ബൈ യൂസ് ആ പ്രൊവിഷൻ നിലനിർത്തി. ഇന്ത്യയിലെ വഖഫ് ഭൂമിയുടെ 90% എന്ന് പറയുന്നത് വഖഫ് ബൈ യൂസ് ആണ്. എന്നിട്ട് പറയുന്നത് എന്താ? രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വഖഫ് ബൈ യൂസ് ആണെങ്കിൽ അതിനകത്ത് ഒരു പ്രശ്നവുമില്ല, അത് നിലനിർത്താമെന്ന് പറഞ്ഞു. പിന്നെ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം 2011 അമെന്റ്മെന്റ് വന്നപ്പോൾ അന്ന് JPC രാജ്നാഥ് സിംഗ് ആയിരുന്നു, അതുപോലെ തന്നെ സുഷമ സ്വരാജ് ആയിരുന്നു. അവരിതിനെ സപ്പോർട്ട് ചെയ്തു. 2011 യുനാനിമസ് ആയിട്ടാണ് ഈ വഖഫ് നിയമം പാർലമെന്റ് പാസാക്കിയത്. അന്ന് നിങ്ങളുടെ ബിജെപിയുടെ നേതാക്കന്മാരോട് പോയി ബിജെപിയുടെ എംപിമാർ ഉൾപ്പെടെ വോട്ട് ചെയ്തു. ബിജെപിയുടെ എംപിമാർ ഉൾപ്പെടെ വോട്ട് ചെയ്താണ് ഈ 2011. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ പച്ചത്തുണ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക ഒറ്റ. അപ്പൊ അതിനെ തുറന്നു കാട്ടാൻ, അതിനെ എക്സ്പോസ് ചെയ്ത് ഞങ്ങളുടെ കടമയാണ്. അതിനകത്ത് ഞങ്ങൾ എന്തിനു ചർച്ച വന്നു ചോദിച്ചാൽ കൃത്യമായ ഉത്തരവുണ്ട്. എന്താണ് ഞങ്ങളുടെ താല്പര്യം തീർച്ചയായിട്ടും? നിങ്ങൾ പറയുന്ന പച്ചക്കള്ളങ്ങൾ, നിങ്ങൾ പറയുന്ന നുണക്കഥകൾ ഇപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ടെലിഫോൺ ലൈനിൽ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണരാജ്, അങ്ങേക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു, പറയൂ. കേൾക്കാം. അതായത് ഇപ്പൊ അവിടെ ഭീകര ചർച്ച നടക്കുകയാണ് വഖഫ് ബില്ലിനെ പറ്റിയിട്ട്. അപ്പോ ഈ വഖഫ് ബില്ലിനെ ചലഞ്ച് ചെയ്ത ചില പെറ്റീഷൻസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അവിടെ ചർച്ചയിലിരിക്കുന്ന കെവിൻ പീറ്റർ ഷാസയെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. ഷാസയ്ക്ക് വേണ്ടി ഞാനും സുപ്രീം കോടതിയിൽ ഹാജരാകുന്നുണ്ട്. അപ്പൊ ഇന്ന് അതിന്റെ കോപ്പി കിട്ടി. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഫയൽ ചെയ്ത പെറ്റീഷന്റെ ഒരു കോപ്പി എന്റെ കയ്യിൽ കിട്ടി. കേൾക്കാമോ നിങ്ങൾക്ക് തന്നെ? കേൾക്കാം. അപ്പോ നമ്മള് ഈ അവിടെ ഇരിക്കുന്ന ഹസ്കർ, അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. പിന്നെ വേറെ ഒരു ക്രിസ്ത്യാനി ഒരുത്തനുണ്ട്, പിന്നെ ഒരാളുണ്ട്,
പിന്നെ കോൺഗ്രസിന്റെ. ഇവരെല്ലാം പറയുന്നത് മുസ്ലിം ലീഗ് വലിയൊരു മതേതര പാർട്ടിയാണെന്നാണല്ലോ. അപ്പൊ ഈ മുസ്ലിം ലീഗിന്റെ കേസിലെ ആദ്യത്തെ ഒരൊറ്റ സെന്റൻസ് ഞാനൊന്ന് വായിക്കാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് IUML ബ്രാക്കറ്റിൽ എ പൊളിറ്റിക്കൽ എൻറ്റൈറ്റി dedicated to safeguarding the Muslim rights filed this public interest litigation under Article 32 challenging the Amendment Act. അപ്പോ നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടി, മുസ്ലിങ്ങളുടെ പാർട്ടിയാണ്. ഈ അസ്കർ ഉൾപ്പെടെ മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്നുള്ളത് വളരെ വ്യക്തം. അസ്കറൊക്കെ ഈ പറഞ്ഞ CPM എന്നൊക്കെ ഇങ്ങനെ പേര് കേൾക്കും, എന്നാലും മൊത്തമായിട്ട് ഇതാണ് സംഭവം. അപ്പൊ ഇതാണ് ബേസിക് സാധനം. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താണ്? ഇപ്പൊ അസ്കർ പറഞ്ഞു മുൻകാല പ്രാബല്യമില്ലാന്ന്. ഒറ്റ കാര്യം മനസ്സിലാക്കണം ഇതിനകത്ത്. നമ്മുടെ രാജ്യത്തിലെ നിയമം എന്ന് പറയുന്നത്, ഇപ്പോ എന്റെ പേര് തന്നെയല്ലേ അങ്ങയുടെ പേര്, കൃഷ്ണരാജ്. കൃഷ്ണരാജിന്റെ ഒരു വസ്തു എന്റെ വസ്തുവാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണ്. ഇന്ത്യൻ നിയമം അനുസരിച്ച്, രാജ്യത്തെ നിയമം അനുസരിച്ച് അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണ്. ഞാൻ കോടതിയിൽ വന്ന് നിങ്ങൾ എൻ്റെ ഭൂമി കയ്യേറിയിരിക്കുകയാണ്, എനിക്ക് ഈ ഭൂമിയിൽ അവകാശമുണ്ട്, ഞാനാണ് അതിൻ്റെ അവകാശി എന്ന് തെളിയിക്കണം. ഈ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഒരു വക്താവോടുണ്ട്, അവർ കൊണ്ടുവന്ന നിയമം അനുസരിച്ച് വഖഫിന് ഒരു ഭൂമി അവരുടെ ഭൂമിയാണെന്ന് വെറുതെ തോന്നിയാൽ അവർക്ക് നോട്ടീസ് അയക്കാം, അവരുടെ ഭൂമിയായി ഡിക്ലെയർ ചെയ്യാം. പിന്നെ കോടതിയിൽ വന്ന് തെളിയിക്കേണ്ടത് ഈ നോട്ടീസ് കിട്ടിയ ആള്, ഭൂമിയുടെ ഉടമസ്ഥൻ എന്താണ് തെളിയിക്കേണ്ടത്? ഇത് വഖഫ് ഭൂമി അല്ല എന്ന് തെളിയിക്കണം. ഇത് രാജ്യത്തിന്റെ നിയമത്തിന് ടോട്ടലി ഘടകവിരുദ്ധമാണ്. ഈ മുൻകാല പ്രാബല്യം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ ഇപ്പോഴത്തെ പുതിയ അമെന്റ്മെന്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് സിവിൽ ലോ ആപ്ലിക്കബിൾ ആകുകയാണ്. സിവിൽ ലോ ആപ്ലിക്കബിൾ ആകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കാര്യം അതിനകത്ത് ലിമിറ്റേഷൻ ആക്ട് ബാധകമാക്കുകയാണ്. ലിമിറ്റേഷൻ ആക്ട് ബാധകമാക്കി കഴിഞ്ഞാൽ അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറഞ്ഞ ഒരു വകുപ്പുണ്ട്. അഡ്വേഴ്സ് പൊസഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം മുനമ്പത്തെ ആൾക്കാരുടെ പ്രശ്നം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മുനമ്പത്തെ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു അഡ്വേഴ്സ് പൊസഷൻ ഇതിനകത്തുണ്ടെന്ന് ക്ലെയിം ചെയ്യാനായിട്ട് ഉള്ള ഒരു റൈറ്റ് കിട്ടുകയാണ്. അഡ്വേഴ്സ് പൊസിഷൻ എന്താന്ന് അറിയാതെ കൃഷ്ണരാജ് ഇങ്ങനെ അതല്ല അങ്ങനല്ലല്ലോ, വിഡ്ഢിത്തരം പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? അഡ്വേഴ്സ് പൊസിഷൻ അല്ല, ഒരു മിനിറ്റ്. അങ്ങൊരു അഭിഭാഷകനാണെന്ന് പറയുന്നു, അങ്ങ് എന്റെ ഒരു കേസിനകത്ത് വക്കാലത്ത് കിട്ടുന്നുണ്ട്, ഞാൻ ഇതുവരെ ഹൈക്കോടതി കണ്ടിട്ടുമില്ല. അതവിടെ നിൽക്കട്ടെ. ഈ അഡ്വേഴ്സ് പൊസിഷൻ എന്താണാവോ വിരോധം? മനസ്സിലാക്കേണ്ട കാര്യം, ടൈറ്റിൽ ഹോൾഡേഴ്സിന് എങ്ങനെ അഡ്വേഴ്സ് പൊസിഷൻ പറയാൻ കഴിയുന്നേ? നിങ്ങൾ തന്നെ രണ്ടും പറഞ്ഞാലോ, ഛർദിച്ചത് എടുത്തു തിന്നുവോ? എന്താണ് ടൈറ്റിൽ ഹോൾഡേഴ്സ് ആണെന്നല്ലോ മുനമ്പം നിവാസികളുടെ അവകാശവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങള് അല്ല, ടൈറ്റിൽ ഹോൾഡേഴ്സ് ആണല്ലോ മുനമ്പം നിവാസികൾ. നിങ്ങൾ ചുമ്മാ വെറുതെ ആളുകളെ മുനമ്പൻ നിവാസികളുടെ കാര്യം മാത്രമാണോ സംസാരിക്കുന്നത്? ഈ രാജ്യത്തെ മൊത്തം അസ്കർ അല്പ ക്ഷമ കാണിക്കൂ. അത്യാവശ്യം വേണ്ട കേസുകളൊക്കെ വാദം പറയാൻ കോടതി വന്ന് വാദം പറയും. കോടതി വരാതെ ചുമ്മാ വെറുതെ അഭ്യാസം TV മാത്രം ഇരുന്ന് വർത്താനം എന്റെ സമയമല്ലേ? ഞാൻ വിളിച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ അല്പം വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ സമയം വിവരക്കേടാണെന്ന് നിങ്ങളുടെ സമയത്ത് പറയൂ. ഒരു പരിധിയുണ്ട്, ഈ ജിഹാദി വികാരം കാണിക്കുന്ന എന്തിനാണ്? നിങ്ങൾ ഞാൻ ജിഹാദിയാണോ അറിയാം. നിങ്ങൾ അടങ്ങൂ. നിങ്ങൾ എന്റെ പേര് കണ്ടിട്ട് വിഷയത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ സമയമല്ലേ? നിങ്ങൾ ജിഹാദിന്നൊക്കെ ആളുകളെ വിളിക്കാൻ നിങ്ങൾക്കേ പറ്റൂ. ഞാൻ ആരാണെന്ന് എന്നെ അറിയുന്ന ആളുകൾക്ക് നിങ്ങൾ അടങ്ങൂ. നിങ്ങളുടെ പെരുമാറ്റം അടങ്ങൂ. ഞാൻ പറയട്ടെ, എന്റെ പേര് മുസ്ലിം നാമധാരിയായതുകൊണ്ട് നിങ്ങൾ എന്നെ അങ്ങ് ക്രിസ്ത്യൻ പേരുള്ളവരെല്ലാം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു വിളിക്കണ്ട. അത്തരം വിവരക്കെടൊന്നും പറയരുത്. നിങ്ങളുടെ സഖാവുണ്ടല്ലോ PJ മനു, ആത്മഹത്യ ചെയ്ത ആള്.
ആ ആത്മഹത്യയാണ് ഈ പറഞ്ഞ ഹിന്ദു സംഖ്യയാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ സകല ജിഹാദുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ പറയാമോ? എന്റെ വിഷയമല്ലല്ലോ, എന്റെ വിഷയം അതല്ലല്ലോ. നിങ്ങളെന്നാ മിണ്ടായിരിക്കും. സമയപരിമിതിയുണ്ട്. എനിക്ക് കേൾക്കാൻ സൗകര്യമില്ല. സംസാരിക്കുന്നത് തടസ്സപ്പെടുന്നത് എന്തിനാണ്? താങ്കൾക്ക് സൗകര്യം അല്ലെങ്കിൽ താങ്കൾ ചർച്ചയിൽ ഇറങ്ങിപ്പോകും. നിങ്ങൾ പോയി അദ്ദേഹത്തിന്റെ വിവരക്കേട് കേട്ടാ മതി. എനിക്ക് കേൾക്കാൻ സൗകര്യമില്ല. നിങ്ങൾ മിണ്ടായിരിക്കും. നിങ്ങൾക്ക് സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകും. നിങ്ങൾ മിണ്ടാതിരിക്കേ. കേൾക്കാനുള്ള താല്പര്യം കാണിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു മര്യാദ കാണിക്കേ. പെട്ടെന്ന് പറയൂ ശ്രീ കൃഷ്ണരാജ്. ഈ അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മുനമ്പം മാത്രമല്ല, സകല ഇതിനകത്തും ഈ പറഞ്ഞ മാതിരി വക്കം ബോർഡിന്റെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ എല്ലാ കൈവശക്കാർക്കും അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറഞ്ഞ ഒരു ക്ലെയിം ഉപയോഗിക്കാൻ പറ്റും. അത് വരുമ്പോഴത്തേക്ക് ഈ മുൻകാല പ്രാബല്യം എന്ന് പറയുന്ന ഒരു വിഷയം, അസ്കർ എന്ന് പറഞ്ഞാൽ ഈ പ്രാക്ടീസ് ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, പ്രാക്ടീസ് ചെയ്യുന്ന അവകാശപ്പെടുന്ന ഒരാൾ പറയുന്നത് ഈ മുൻകാല പ്രാബല്യം കൊണ്ട് ഇല്ലാത്തത് കൊണ്ട് ഒരു കാര്യമില്ലെന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞു. ഇനി 5 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 4 പേരോടും ചോദ്യമില്ല. ഒരു പോയിന്റ് ഞാൻ പറയാം. ഏത് ഭൂമിയിലും അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുന്നതിൽ എന്താണ് തെറ്റ്? ഉത്തരം ആദ്യം ശ്രീ കെവിൻ പീറ്റർ. അത് ഇല്ലാതാക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അത് ഇല്ലാതാക്കേണ്ടതാണ്. ഇപ്പോൾ ഈ അസ്കർ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളാണ് പറയേണ്ടത് വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടത് എന്ന് പറയുന്ന ആളുകൾ തന്നെ അതിന് ഉദാഹരണമാണ്. അതായത് ഇരകളായ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും സിഖുകാരായാലും അവർക്ക് പറയാനില്ല, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട. അതേസമയം വേട്ടക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ പറയണമെന്നുള്ളതാണ് അസ്കറിനെ പോലുള്ളവർ. അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിലുള്ള സ്ഥിതിക്ക്, ഈ മുസ്ലിം സമുദായത്തിലെ ആളുകളും ഇരകളായിട്ടുള്ള സ്ഥിതിക്ക് ഈ നിയമത്തെ പൂർണ്ണമായും എടുത്തു കളയേണ്ടതാണ്. പക്ഷെ അതിലെ ജനവിരുദ്ധമായ കാര്യങ്ങൾ, രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ഭേദഗതി വരുത്തി ഇല്ലാതാക്കിയത് വളരെ നല്ലതാണ്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേവസ്വം ബോർഡിന്റെ കാര്യം, ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ വിശദീകരിച്ചതുപോലെ അവിടുത്തെ അമ്പല ക്ഷേത്രങ്ങളുടെ നടത്തിപ്പും മറ്റു കാര്യങ്ങൾക്കും ഉള്ളതാണ്. അവരാരും ദേവസ്വം ബോർഡൊന്നും ഒരിക്കലും ഹിന്ദുവിന്റെയോ അല്ല ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിന്റെയോ ഭൂമിയുടെ മേൽ അവകാശവാദം ഉന്നയിച്ച് ഇതുവരെ അത് സ്വന്തമാക്കിയിട്ടില്ല. അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ സിവിൽ കോടതികളെ സമീപിക്കുകയും കോടതിയുടെ ഉത്തരവ് അംഗീകരിക്കുകയാണ് ചെയ്യാറുള്ളത്. അല്ലാതെ ഇപ്പം ദേവസ്വം ബോർഡിനെയും വഖഫ് ബോർഡിനെയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഓർഗനൈസറിന്റെ കാര്യം അദ്ദേഹം പറയുന്നത് കേട്ടു. ഓർഗനൈസർ ഒരു ലേഖനം വന്നു, അത് എവിടുന്നാണ് വന്നത്, ഏത് ലേഖനത്തെ ആധാരമാക്കിയാണ് വന്നത്? ആ ലേഖനം ഇപ്പോഴും നിലനിൽപ്പുണ്ടല്ലോ. സുപ്രഭാതം പത്രത്തിൽ നവംബർ 8-ാം തീയതി സുപ്രഭാതം പത്രം പ്രസിദ്ധീകരിച്ചാണ്, സമസ്തയുടെ സുപ്രഭാതം പത്രം പ്രസിദ്ധീകരിച്ച ലേഖനത്തെ ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞ് അവർ കൊടുത്തതിനെ ആസ്പദമാക്കിയാണ് ഓർഗനൈസറിൽ ആ ലേഖനം വന്നത്. അത് തെറ്റായിരുന്നെന്നും അത് തട്ടിപ്പ് റിപ്പോർട്ടായിരുന്നെന്നും മനസ്സിലാക്കിയപ്പോൾ ഉടൻ തന്നെ അത് ഓർഗനൈസർ പിൻവലിച്ചു. അതേസമയം സുപ്രഭാതത്തിന്റെ വെബ്സൈറ്റിൽ അത് ഇപ്പോഴും ഉണ്ടല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെതിരെ പ്രതിഷേധിക്കാത്തത്? നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഇടതുപക്ഷമല്ലേ, നിങ്ങൾ എന്താ പ്രതിഷേധിക്കാത്തത്? ശരി, പ്രൊഫസർ റോണി കെ ബേബി. ഇവിടെ നിയമവിരുദ്ധമായ നിയമങ്ങൾ വന്നെങ്കിൽ അതിനകത്ത് കാലോചിതമായ മാറ്റം വേണം. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു വിരോധവുമില്ല. പക്ഷേ വളരെ ബോധപൂർവമായിട്ടുള്ള നുണക്കഥകൾ. ഞാനിവിടെ ചോദിച്ച ഒരു കാര്യത്തിന് ആർക്കും മറുപടിയില്ല. 2013 പാർലമെന്റ് യുനാനിമസ് ആയി പാസ്സാക്കിയതാണ്. അന്നുണ്ടായിരുന്ന JPC-യില് രാജ്നാഥ് സിംഗും സുഷമ സ്വരാജും ഉണ്ടായിരുന്നു. അവരുൾപ്പെടെയുള്ള BJP നേതാക്കൾ ഒറ്റക്കെട്ടായി അന്ന് പിന്തുണച്ച് പാസ്സാക്കിയ ഒരു നിയമം BJP അധികാരത്തിൽ വന്നതിന് ശേഷം 2013 പാർലമെന്റ് പാസ്സാക്കിയ പറയുന്ന കൃത്യമായിട്ടുള്ള നുണക്കഥകൾ ഇവിടെ ഈ കേരളത്തിൽ ഇപ്പൊ BJP-ക്ക് ഒരു അക്കൗണ്ട് തുറക്കണം, അല്ലെങ്കിൽ BJP-ക്ക് ഒരു കാല് വെക്കണം. അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആത്മാർത്ഥത, നിങ്ങൾ നരേന്ദ്രമോദി പറയുന്ന രാഷ്ട്രീയത്തെ പോലെ നിൽക്കേണ്ടത്. ആ ഉത്തരാഞ്ചിലൊക്കെ ഈ ക്രിസ്ത്യാനികൾ ഇതുപോലെ വേട്ടയാടുമ്പോൾ നിങ്ങൾക്ക് ഒരക്ഷരം നിങ്ങൾ പ്രതികരിക്കാനുണ്ടോ? നാണമില്ല ഇതുപോലെയുള്ള സംഘം വേട്ടയാടപ്പെടുമ്പോൾ അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ലാതെ ഇവിടെ ഇന്ന് ഈ പറയുന്ന കൊടുക്കുന്ന കരിങ്കാലുകൾ
ഒന്ന് ഏറ്റവും തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള ഒന്ന്, വഖഫിന് ഏതെങ്കിലും ഭൂമി ഡിക്ലെയർ ചെയ്ത് ഇത് വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കുന്നു എന്ന തെറ്റിദ്ധാരണയാണ് ഒന്നാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. വഖഫിന് അങ്ങനെ ഏതെങ്കിലും ഭൂമി കയറി അത് വഖഫ് ഭൂമിയാണ് എന്ന് പ്രഖ്യാപിക്കാനാവില്ല. മറിച്ച് അതിന് കൃത്യമായ രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് ഉണ്ട്. ആ പ്രൊവിഷൻസ് പ്രകാരം മാത്രമേ ആ രജിസ്ട്രേഷൻ പ്രക്രിയ നടക്കുകയുള്ളൂ. 1950 എഴുതിയ ഡീഡിന്റെ പുറത്താണ് മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന തർക്കമുള്ളത്. അത് രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളത് 2015 മാത്രമാണ്. അപ്പോൾ നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ മാത്രമേ അത് ചെയ്യാനാവൂ. ഒന്ന്. രണ്ട്, മുസ്ലിങ്ങളുടെ മറ്റൊരു തെറ്റിദ്ധാരണ ഉല്ലാസ് ബാബു പറഞ്ഞത് മുസ്ലിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു തരത്തിലും ഇടപെടുന്നില്ല എന്നുള്ള. ആചാരാനുഷ്ഠാനങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കാലാനുസൃതമായി മാറ്റാൻ കഴിയുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്, മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളതാണ് ആചാരാനുഷ്ഠാനങ്ങളായി മുസ്ലിങ്ങൾ ലോകത്തെമ്പാടും ആചരിക്കുന്നത്. മറിച്ച് മുസ്ലിം പള്ളികൾ, ഇന്ത്യയിലാകമാനമുള്ള മുസ്ലിം പള്ളികളിൽ പലതും വഖഫ് ഭൂമികളാണ്, വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമിയാണ്. അവിടത്തെ ആചാരക്രമങ്ങളിൽ അമുസ്ലിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുക. സമയമില്ല. അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ കേട്ടെ, വിശുദ്ധ ഖുറാനോ അല്ലാഹുവോ ഒരു കാരണവശാലും നാട്ടുകാരുടെയോ സാധാരണക്കാരുടെയോ ഗതി കേട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പാവപ്പെട്ടവരുടെയോ ഭൂമി കാർന്നെടുത്തത് ഞങ്ങളുടേതാക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് അസ്കർ ആദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഈ റോണി കെ ബേബി നേരത്തെ പറഞ്ഞല്ലേ, എന്തായിരുന്നു അത് ചെയ്യാതെ ഇത് ചെയ്യാതെ? രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നില്ലേ പാർലമെൻറ്റിൽ? ഞങ്ങളുടെ ഹൈ ബീഡിൽ ഉണ്ടായിരുന്നില്ലേ? എന്താ ഓരോന്നും ഉണ്ടാത്ത്? എന്താ ഓർക്കൊന്നും അഭിപ്രായം പറയാനുണ്ടാകാഞ്ഞത്? എന്താ അവർക്ക് ഈ മുനമ്പത്തിന് വേണ്ടിയിട്ട് അതിനൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളൊന്നും അവിടെ മിണ്ടാതെ അവർ ഇരുന്നത്? അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ തട്ടിപ്പുകാരാണ് എന്ന് വീണ്ടും വീണ്ടും ജനതയെ ഓർമ്മിപ്പിക്കരുത്. മുനമ്പത്തെ ആളുകളുടെ വിഷമം മനസ്സിലാക്കാനും ഞങ്ങൾക്കതറിയാം, പരിഹരിക്കാനും ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ഈ കള്ളക്കണ്ണീര് കാലം കുറേയായിട്ട് കേരളത്തിലെ ജനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, അത് മുനമ്പത്തെ ജനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ കള്ളക്കണ്ണീരും വെച്ച് നിങ്ങൾ അവിടെ ഇരുന്നോ, ഞങ്ങൾക്കതിനൊരു പ്രയാസമില്ല. ഞങ്ങൾ ചെയ്യേണ്ട മാതിരി ചെയ്യേണ്ട രീതിയിൽ വെടുപ്പും വൃത്തിയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തോളാം. അതിന് പ്രാപ്തിയുള്ള മന്ത്രിമാരുണ്ട്, പ്രാപ്തിയുള്ള സർക്കാർ, പ്രധാനമന്ത്രിയുണ്ട്. അതിലൊന്നും മുനമ്പത്തെ സാധാരണ മനുഷ്യരുടെ കണ്ണീർ കാണൂ എന്നാണ് കിരൺ റിജിജു ഇന്ന് പറഞ്ഞത്. ഇടതിനും വലതിനും സങ്കുചിത രാഷ്ട്രീയമാണെങ്കിൽ മറുപടി ഒന്നേ ഉള്ളൂ, കർശനമായൊരു നിയമം ഇവിടെ സാധ്യമായിരിക്കുന്നു സർ. വളരെയധികം നന്ദി ടി എസ് ഉല്ലാസ് ബാബു, പ്രൊഫസർ റോണി കെ ബേബി, അഡ്വക്കേറ്റ് BN ഹസ്കർ, ഫിലിപ്പ് ജോസഫ്, കെവിൻ പീറ്റർ ഒപ്പം ചേർന്നതിന്. ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.